ഡിമാൻഡ് ഫാക്ടർ, ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ. അതെല്ലാവരും നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 പ്രോബ്ലം ചെയ്യാം. ഇത്തിരി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ 2 പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത കുറച്ച് പ്ലാൻ കപ്പാസിറ്റി ഫാക്ടർ, പ്ലാൻ യൂസ് ഫാക്ടർ, അങ്ങനെ യൂട്ടിലൈസേഷൻ ഫാക്ടർ, അങ്ങനെ 2-3 ഉണ്ട്. ഇത് ഫുള്ള് റിലേറ്റ് ചെയ്തേക്കുന്ന ഈ ഡിമാൻഡ് ഫാക്ടർ, ലോഡ് ഫാക്ടർ അതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അറിയാമെങ്കിൽ, അല്ലെ അതിൻ്റെ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നമുക്കത് പ്ലാൻ കപ്പാസിറ്റി ഫാക്ടർ അത് തമ്മിലൊരു ഡൗട്ട് വരില്ല. കാരണം ആ ടേംസ് അങ്ങനെ അധികം നമ്മളാരും, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കേസ് എനിക്കറിയില്ല, അങ്ങനെ അധികം ആൾക്കാർക്ക് അങ്ങനെ കോമൺ ആയിട്ട് കേൾക്കുന്ന ടേംസ് അല്ലാത്തതുകൊണ്ട് ഇത്തിരി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ടേംസ് ആണ് അത് തമ്മിൽ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ അതുപോലത്തെ സെയിം ടൈപ്പ് പ്രോബ്ലം അത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് ആദ്യത്തെ പ്രോബ്ലം. അപ്പം ഇതിൽ ഒരു പവർ സ്റ്റേഷനിൽ 4 ടൈപ്പ് ലോഡ് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞ 4 ടൈപ്പ് ലോഡ് വന്നിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് 200 കിലോ വാട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈം പീരീഡും തന്നിട്ടുണ്ട്. 8 AM 6 PM ഇടയ്ക്കാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഗ്രൂപ്പ് ബി ഓപ്പറേറ്റ് ചെയ്യുന്നത് 100 കിലോ വാട്ടാണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 6 AM to 10 AM ആണ്. ഗ്രൂപ്പ് സിയും സെയിം ടൈം പീരീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 50 കിലോ വാട്ട് 6 AM to 10 AM ടൈം പീരീഡിലാണ്. ഗ്രൂപ്പ് ഡി ഓപ്പറേറ്റ് ചെയ്യുന്നത് 10 AM to 6 PM ആണ്. പിന്നെ 6 PM to 6 AM അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് അതിൻ്റെ ലോഡ് തന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇതിലെ ലോഡ് കർവ് വരച്ചാലേ നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ആ യൂണിറ്റ്സ് ജനറേറ്റർ പെർ ഡേ അതെല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ലോഡ് കർവ് വരയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഇതിപ്പോൾ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ആണ് തന്നിരിക്കുന്നത്. അത് ഒരു സബ്സ്റ്റേഷനിൽ വരുന്നതാണ്, ഒരു പവർ സ്റ്റേഷനിൽ വരുന്ന ലോഡാണത്. അപ്പം ആ പവർ സ്റ്റേഷനിൽ വരുന്ന മൊത്തത്തിലുള്ള ലോഡ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ആ പവർ സ്റ്റേഷൻ്റെ ലോഡ് കർവ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ആ പവർ സ്റ്റേഷൻ്റെ ലോഡ് കർവ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് ആ ടേബിളിൽ ഈ ടോട്ടൽ ലോഡ് നമ്മളൊന്ന് എഴുതി നോക്കാം. എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിൾ ചെയ്ത് നമുക്കത് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ടൈം ഇൻ്റർവെൽ വെച്ച് തന്നെയാണ് നമ്മൾ ആ ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിനകത്ത് ഒരു തന്നിരിക്കുന്ന ടൈം ഇൻ്റർവെൽ ഈ 8 AM, 6 PM, 6 AM, 10 AM, അപ്പോൾ തന്നിരിക്കുന്ന ടൈം ഇൻ്റർവെൽ 8 AM, 6 PM ആ ഒരു ടൈമിങ്സ് എടുത്തിട്ട് വേണം നമ്മൾ ഈ ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ആ ടൈമിംഗ് നമ്മളൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ 6 AM ഉണ്ട് നമുക്ക്, പിന്നെ 8 AM ഉണ്ട്, പിന്നെ തന്നിരിക്കുന്ന വേറൊരെണ്ണം 10 AM തന്നിട്ടുണ്ട്, പിന്നെ 6 PM തന്നിട്ടുണ്ട്. അത് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് 18 നമുക്ക് കൂട്ടാം. പിന്നെ ഇത്രയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പം അങ്ങനെയാണ് ആദ്യത്തെ 0 to 6 എടുത്തു. അപ്പോൾ ഒരു 24 hours ക്ലോക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻ്റർവെലാണ് 0 to 6 AM എടുത്തത്. രണ്ടാമത്തത് 6 to 8 എടുത്തു. മൂന്നാമത്തത് 8 to 10. അത് കഴിഞ്ഞ് 10 to 18. ലാസ്റ്റ് വന്ന് 18 to 24. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് തന്നിരിക്കുന്ന ലോഡിനെ ഈക്വലായിട്ട് നമുക്കങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് വിടാം. അപ്പോൾ ഇതിലിനി നമ്മൾ ഓരോ ഗ്രൂപ്പിലെ ലോഡ് നമുക്ക് ഓരോ ഗ്രൂപ്പിലെ നമ്മൾ ലോഡ് നോക്കാം. അപ്പോൾ ഓരോ ഗ്രൂപ്പിലെ ലോഡ് നമുക്ക് നോക്കാം. അപ്പോൾ 200 കിലോ വാട്ട് ലോഡ് വരുന്നത് 8 AM 6 PM ഇടയ്ക്കാണ്. അപ്പം 8 to 10 10 to 8 ഇടയ്ക്കാണ് ആ ലോഡ് വരുന്നത് അല്ലേ. അപ്പോൾ 8 to 10 ഇടയ്ക്ക് ആ ലോഡ് വരുന്നുണ്ട് 200 കിലോ വാട്ട്. 6 PM വരെ ഉണ്ട്. അപ്പം 10 to 18 ആ ഒരു പീരീഡിലും ഈ 200 കിലോ വാട്ട് വരുന്നുണ്ട്. അതാണ് ഗ്രൂപ്പ് എയിലെ ലോഡ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് ഗ്രൂപ്പ് ബിയിലെ ലോഡ് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ബിയിലെ ലോഡ് തന്നേക്കുന്നത് 6 AM to 10 AM ആണ്. അപ്പോൾ 6 AM to 8 AM ആ ഒരു ഇതിലും വരുന്നുണ്ട്. 8 AM to 10 AM ആ ഒരു പീരീഡിലും ഈ ലോഡ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ
ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ 100 കിലോ വാട്ട് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. അടുത്ത നമ്മുടെ ഗ്രൂപ്പ് സി ലോഡാണ്. ഇത് തന്നേക്കുന്നത് സെയിം ആണ്, 6 AM to 10 AM തന്നെയാണ്. അപ്പോൾ ഇത് നേരത്തെ എഴുതിയ ഗ്രൂപ്പ് ബിന്റെ അതിൽ തന്നെ നമുക്ക് ആ ഒരു ഇന്റർവെല്ലിൽ 50 കിലോ വാട്ട് എഴുതാം. ഇനി അടുത്തത് ഗ്രൂപ്പ് ഡി തന്നേക്കുന്നത് 10 AM to 6 PM തന്നിട്ടുണ്ട്, 6 PM to 6 AM തന്നിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് 10 AM to 6 PM നോക്കാം. അത് ഇതാണ് അല്ലേ, ഈ ഇന്റർവെല്ലിനാണ് 10 AM to 6 PM എന്ന് പറയുന്ന ഇന്റർവെല്. അപ്പോൾ ഈ ഇന്റർവെല്ലിൽ ഇത് 100 കിലോ വാട്ട് ലോഡ് വരുന്നുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് 6 PM to 6 AM ആണ് അല്ലേ. ഇതിൽ വരുന്നത്, ഈ ഇന്റർവെൽ വരുന്നത് 6 PM to 12 AM മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് 6 AM വരെ ഉണ്ട്, അത് ഇതിലാണ് വരുന്നത്, 12 AM to 6 AM. അപ്പോൾ ഈ രണ്ട് ഇന്റർവെല്ലിലും 100 കിലോ വാട്ട് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ടേബിൾ എഴുതിയതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഏതെങ്കിലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഗ്രൂപ്പിലെ ലോഡ് എഴുതിയാൽ മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഇപ്പോൾ ലോഡിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ലോഡ് കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ ടൈം പീരീഡിലുള്ള ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചാലേ നമുക്ക് അതിൻ്റെ ലോഡ് കർവ് വരയ്ക്കാൻ പറ്റുള്ളൂ. നമുക്കത് ലാസ്റ്റ് ഒരു റോ ഉണ്ടാക്കാം, അതിനകത്ത് ലോഡ് ഓൺ ദി സ്റ്റേഷൻ. അപ്പം 0 to 6 ആ ടൈം പീരീഡിൽ വരുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 100 കിലോ വാട്ട് ആണ്. 6 AM to 8 AM വരുമ്പം 150 കിലോ വാട്ട് വരും. 8 to 10 വരുന്നത് 350 കിലോ വാട്ട് വരും. 10 AM to 6 PM വരുന്നത് 300 കിലോ വാട്ട്. 18 to 24 വരുന്നത് 100 കിലോ വാട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ് വരുന്നത്. ഓരോ ടൈമിലും ആ പവർ സ്റ്റേഷനിൽ വരുന്ന ടോട്ടൽ ലോഡിൻ്റെ എമൗണ്ട് ആണ് ഈ ഇപ്പോൾ കിട്ടിയത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ലോഡ് കർവ് വരയ്ക്കാൻ പറ്റും. നമുക്ക് ലോഡ് കർവ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ 0 to 6 വരുന്നത് 100 കിലോ വാട്ട് ആണ് അല്ലേ. അപ്പോൾ 100 ആ പീരീഡിൽ വരുന്നത് മാർക്ക് ചെയ്യാം. ഇനി 6 to 8 വരുന്നത് 150 ആണ്. 8 to 10 വരുന്നത് 350 ആണ്. 10 to 18 വരുന്നത് 300 ആണ്. 18 to 24 വരുന്നത് 100 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഡൈവേഴ്സിറ്റി ഫാക്ടറും ബാക്കി യൂണിറ്റ്സ് ജനറേറ്റർ പെർ ഡേ ലോഡ് ഫാക്ടർ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതിലെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയാം എത്രയാണ്?
കറക്റ്റാ. മാക്സിമം ഡിമാൻഡ് 350 മെഗാവാട്ടാണ്. അല്ല സോറി, കിലോ വാട്ടാണ്. അപ്പം അതിൽ മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഗ്രാഫിലെ ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ പീക്ക് പോയിന്റ് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ പവർ അല്ലെങ്കിൽ ഡിമാൻഡിനെയാണ് നമ്മൾ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് 350 കിലോ വാട്ടാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടറിന്റെ ഫോർമുല നമ്മൾ നോക്കിയത് നമ്മൾ എന്തായിരുന്നു, സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഓൾ കൺസ്യൂമേഴ്സ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ദി സ്റ്റേഷൻ. അപ്പം ഗ്രൂപ്പ് എയിലെ മാക്സിമം ഡിമാൻഡ് എത്രയാണ്? അങ്ങനെ ഒരു സൈഡിൽ ഒരു കോളം കൂടെ ഉണ്ടാക്കിയിട്ട് ആ മാക്സിമം ഡിമാൻഡ് ഒന്ന് നമുക്ക് എഴുതി വെച്ചേക്കാം. അപ്പം ഇതിൽ ഓരോന്നിന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഡ് തന്നെയാണ്. കാരണം ഈ ലോഡ് വേരി ചെയ്യുന്നില്ല ഇൻഡിവിജ്വലി. അതായത് ഗ്രൂപ്പ് എയിന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗ്രൂപ്പ് എയിന്റെ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 200 കിലോ വാട്ട് തന്നെയാണ്. കാരണം അതൊരു കോൺസ്റ്റന്റ് ലോഡാണ്, അത് വേരി ചെയ്യാത്ത ലോഡ് ആയതുകൊണ്ട് അതിന്റെ ലോഡ് തന്നെയാണ് അതിന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും ഞാൻ ഒന്നുകൂടെ എഴുതിയേക്കാം. ഗ്രൂപ്പ് എയിന്റെ മാക്സിമം ഡിമാൻഡ് 100 കിലോ വാട്ട്, ഗ്രൂപ്പ് എയിന്റെ 200, ഗ്രൂപ്പ് ബിന്റെ 100, ഗ്രൂപ്പ് സിന്റെ 50, ഗ്രൂപ്പ് ഡിന്റെ 100. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഡൈവേഴ്സിറ്റി ഫാക്ടറിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദി സ്റ്റേഷൻ എന്നാണ് അല്ലേ. അപ്പം ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡിന്റെ സം എടുക്കുക. അതായത് 200 പ്ലസ് 100 പ്ലസ് 50 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 350. ഇതായിരിക്കും നമ്മുടെ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഓരോ സ്റ്റേഷന്റെ മാക്സിമം ഡിമാൻഡിന്റെ സം എടുക്കുക. സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദി സ്റ്റേഷൻ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 1.286 എന്ന് വരും അല്ലേ. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ. അതൊന്ന് പെട്ടെന്ന് ചെയ്യാവോ? അപ്പം യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ടോട്ടൽ ആ ഏരിയ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് നമ്മുടെ യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ. കാരണം ഈ വൈ ആക്സിസ് വരുന്നത് പവർ ആണ്, എക്സ് ആക്സിസ് വരുന്നത് ടൈം ആണ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടൈം ആയിരിക്കും. അപ്പം പവർ ഇൻറ്റു ടൈം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പം ഓരോ സെപ്പറേറ്റ് പാർട്ട് ആയിട്ട് എടുത്തിട്ട് ഏരിയ കണ്ടുപിടിക്കുക. ഇപ്പം 5 റെക്റ്റാങ്കിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. പെട്ടെന്നൊന്ന് ചെയ്തു തരാം. 4600 കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൈ കോർഡിനേറ്റ് വരുന്നത് 100ഉം എക്സ് കോർഡിനേറ്റ് 6ഉം ആണ്. അപ്പോൾ 600 വരും. രണ്ടാമത്തത് 150 എക്സ് 2 വരും, 300 വരും. മൂന്നാമത്തെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈറ്റ് 350 ആണ്, വിഡ്ത്ത് 2 ആണ്, അപ്പോൾ അത് 700. നാലാമത്തെ ഹൈറ്റ് 300, വിഡ്ത്ത് 8. ലാസ്റ്റ് വരുന്നത് ഹൈറ്റ് 100ഉം വിഡ്ത്ത് അല്ല ടൈം പീരീഡ് 6ഉം. അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്യുക. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക്
4600 എന്ന് വരും, കിലോ വാട്ട് അവർ, അല്ലെങ്കിൽ 4600 യൂണിറ്റ്സ് എന്ന് വരും. ഓക്കെ, ഇനി ലാസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ലാസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ലോഡ് ഫാക്ടർ ആണ്. അപ്പോൾ ലോഡ് ഫാക്ടറിന്റെ ഫോർമുല എന്തായിരുന്നു? ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. അപ്പോൾ ആവറേജ് ലോഡിന്റെ ഫോർമുല എന്താണ്? ഏതൊരു സാധനത്തിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ സം എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ ഇന്റർവൽ എടുക്കുക. അപ്പം ആവറേജ് ലോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1 ഡേയിലെ അല്ലെങ്കിൽ 24 അവേഴ്സിന്റെ പീരീഡിലെ ലോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആവറേജ് ലോഡ് എന്ന് പറയുമ്പം 4600 ഡിവൈഡഡ് ബൈ 24 അവേഴ്സ് ആയിരിക്കും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ 0.547 അല്ലെ 0.548 അടുപ്പിച്ചാണ് ആൻസർ വരിക ലോഡ് ഫാക്ടറിന്റെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫാക്ടറിലോട്ട് പോവാം, പ്ലാൻ കപ്പാസിറ്റി ഫാക്ടറിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ 3 കൺസ്യൂമേഴ്സ് ഉണ്ട്. ദ ഡെയിലി ഡിമാൻഡ്സ് ഓഫ് 3 കൺസ്യൂമേഴ്സ് ആർ ഗിവൺ ബിലോ. അപ്പം ടൈം പീരീഡ് തന്നിട്ടുണ്ട് അതിനകത്ത് 12 midnight to 8 AM ഒരു ടൈം പീരീഡ്, 8 AM to 2 PM വേറൊരെണ്ണം, 2 to 4, 4 to 10, 10 to midnight. അപ്പോൾ അത് ഓരോ ടൈം പീരീഡിലും ഈ 3 കൺസ്യൂമേഴ്സിന്റെ ലോഡ് ഇത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലോഡ് കർവ് പ്ലോട്ട് ചെയ്തിട്ട് ഓരോ കൺസ്യൂമേഴ്സിന്റെ മാക്സിമം ഡിമാൻഡ്. അപ്പോൾ മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ലോഡ് കർവിന്റെ ആവശ്യം വരില്ല, പക്ഷെ ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരുമായിരിക്കും. അല്ലെങ്കിൽ ലോഡ് ഫാക്ടർ ഓഫ് ദ സ്റ്റേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും ആവശ്യം വരും. ഇൻഡിവിജ്വൽ കൺസ്യൂമർ കണ്ടുപിടിക്കാൻ ആവശ്യം വന്നില്ലെങ്കിലും ലോഡ് ഫാക്ടർ ഓഫ് ദ സ്റ്റേഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ആ ലോഡ് കർവിന്റെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ആ ലോഡ് കർവ് ഒന്ന് വരച്ചിട്ട് നമുക്ക് ബാക്കി ആ ഒരു ഇതിലോട്ട് പോവാം. അപ്പം ഇതൊന്നും ഡിമാൻഡ് ഓഫ് കൺസ്യൂമർ 1 എത്രയാണെന്ന് പറയാമോ? ആ 800 ആണ്. അപ്പോൾ കൺസ്യൂമർ 1 എടുക്കുക. കൺസ്യൂമർ 1ന്റെ ആ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഏത് ലോഡാണോ ഏറ്റവും കൂടുതൽ വരുന്നത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ 600 ഉണ്ട്. പിന്നെ ഈ 2 പീരീഡിൽ നോ ലോഡാണ്, ലോഡ് എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നില്ല, അത് ഓഫ് കണ്ടീഷനിലാണ്. പിന്നെ ഒരു 200 വരുന്നുണ്ട്, പിന്നെ ഒരു 800 വരുന്നുണ്ട്. അപ്പം ഈ ഒരു പീരീഡിൽ അതിൻ്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 വാട്ടാണ്. അപ്പം 800 വാട്ടാണ് അതിൻ്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൺസ്യൂമർ 2ന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയാം എത്രയാണ്?
1000 ആണ് അല്ലേ. കൺസ്യൂമർ 2ന്റെ എടുക്കുവാണെങ്കിൽ ഈ ഒരു കോളം നോക്കിയാൽ മതി. ഇതിൽ വരുന്ന മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 1000 വാട്ട്സ് ആണ്. ഓക്കെ. ഇനി കൺസ്യൂമർ 3ന്റെ മാക്സിമം ഡിമാൻഡ് അത് എത്ര വരും? ഓക്കെ. ഓക്കെ. അടുത്ത ഇനി നമുക്ക് ഈ ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനും നമുക്ക് ഈ കർവിന്റെ ആവശ്യം വരില്ല. നമുക്ക് ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നതിനും ആവശ്യം വരില്ലായിരിക്കും. ടോട്ടൽ സ്റ്റേഷന്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അതില്ലാണ്ട് തന്നെ ചെയ്യാം. എന്നാലും സംശയമുള്ളവർ ജസ്റ്റ് ലോഡ് കർവ് ഒന്ന് വരച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ലോഡ് ഫാക്ടർ ഓഫ് ഇൻഡിവിജ്വൽ കൺസ്യൂമർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ലോഡ് ഫാക്ടറിന്റെ ഫോർമുല എന്ന് പറയുന്നത് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 100 ആണ് അല്ലേ. അപ്പം ഫസ്റ്റ് കൺസ്യൂമറിന്റെ ആവറേജ് ലോഡ് എത്ര വരും? അതിന്റെ ടോട്ടൽ ലോഡ് ആദ്യം, ടോട്ടൽ എനർജി കൺസ്യൂംഡ് ആദ്യം നോക്കുക. അപ്പോൾ ഈ ഒരു ഫോർമുല ഞാൻ വേറൊരു രീതിയിൽ കൺവേർട്ട് ചെയ്യാം. ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനർജി കൺസ്യൂംഡ് ഡിവൈഡ് ബൈ 24 ആണ് അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ ആവറേജ് ലോഡിന് പകരം ഞാൻ എനർജി കൺസ്യൂംഡ് ബൈ 24 എന്നാണ് ഇടുന്നത്. അപ്പോൾ ആ 24 അടിയിൽ പോവും. പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുവാണെങ്കിൽ 100 എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ 100 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ എനർജി കൺസ്യൂം ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 24, ഈ ഒരു ഫോർമുല ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പം എനർജി കൺസ്യൂം ബൈ ദി കൺസ്യൂമർ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് ഇൻറ്റു ടൈം, എത്ര അവേഴ്സ് എന്നുള്ളതാണ്. അത് അവേഴ്സും കൂടെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് ആദ്യത്തെ 8 അവേഴ്സ് വരും. രണ്ടാമത്തത് 8 AM to 12 PM എന്ന് പറയുമ്പോഴത്തേക്ക് 4 മണിക്കൂർ, പിന്നെ 12 to 2 2 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ അത് 6 അവേഴ്സ് വരും. ഇത് 2 അവേഴ്സ്, ഇത് 6 അവേഴ്സ്. 12 PM to മിഡ് നൈറ്റ് വരുമ്പം 2 അവേഴ്സ്. ഓക്കെ. അപ്പോൾ കൺസ്യൂമർ 1 ഓപ്പറേറ്റ് ചെയ്യുന്നത് 3 ടൈം ഇൻ്റർവെല്ലിലാണ്. അപ്പോൾ അതിലെ എനർജി കൺസ്യൂംഡ് എന്ന് പറയുമ്പം 600 വരുന്നത് എത്ര ടൈം നേരത്തേക്കാണ്? 6 മണിക്കൂറാണ്. 200 വരുന്നത് 2 മണിക്കൂർ നേരത്തേക്കും, 800 വരുന്നത് 6 മണിക്കൂർ നേരത്തേക്കുമാണ്. ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് ഓഫ് കൺസ്യൂമർ 1 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു, 800 ആണ്. അപ്പോൾ 800 ഇൻറ്റു 24. ഇത് ക്ലിയർ ആയോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ആർക്കെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ആൻസർ ചെയ്ത് വരുമ്പം 0.458 എന്ന് വരും. ലോഡ് ഫാക്ടർ ഓഫ് കൺസ്യൂമർ 2.
ലോഡ് ഫാക്ടർ ഓഫ് കൺസ്യൂമർ 2 കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? അഹല്യ ജിൻസി ആൻസർ കറക്റ്റാ. 0.167 ആയിട്ട് വരും ലോഡ് ഫാക്ടർ ഓഫ് കൺസ്യൂമർ 2. അപ്പോൾ അതിന്റെ എനർജി കൺസ്യൂംഡ് കണ്ടുപിടിക്കുക. എനർജി കൺസ്യൂംഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 24. അപ്പം ലോഡ് കൺസ്യൂമർ 2 ഓപ്പറേറ്റ് ചെയ്യുന്നത് 3 ടൈം പീരീഡ് ഉണ്ട്. ഈ 3 ടൈം പീരീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 8 hours ഡ്യൂറേഷൻ ഉണ്ട്. രണ്ടാമത്തെ 1000 വാട്ടിൻ്റെത് 2 hours ഡ്യൂറേഷൻ ആണ്. അത് 2 hours കിട്ടിയ മനസ്സിലായത് 2 PM to 4 PM ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ 2 മണിക്കൂർ ഇന്റർവെൽ ആണ് അല്ലേ. അപ്പം നമ്മൾ എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈം ആണ്. പവറാണ് ഈ 1000 വാട്ട് എന്ന് വന്നിരിക്കുന്നത്. അത് ഇൻറ്റു ടൈം 1000 ഇൻറ്റു 2. ലാസ്റ്റ് 200 വാട്ടാണ്. അത് 2 മണിക്കൂർ നേരത്തേക്കാണ് അതും ഉള്ളത്. അപ്പോൾ അത് 200 ഇൻറ്റു 2 എന്ന് വരും ഡിവൈഡ് ബൈ കൺസ്യൂമർ 2ന്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 1000 ആണ്. 1000 ഇൻറ്റു 2. ഇത് ചെയ്ത് വരുമ്പോഴാണ് 0.167 എന്ന് വരുന്നത്. ലോഡ് ഫാക്ടർ ഓഫ് കൺസ്യൂമർ 3 ഒന്ന് കണ്ടുപിടിക്കോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇന്ന് ഇത്തിരി റെസ്പോൺസ് കുറവാന്ന് തോന്നുന്നല്ലോ. ഇത്തിരി സ്പീഡായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇത്തിരി സ്പീഡായിട്ട് പോകുന്നതിന്റെ കുഴപ്പമാണോ അതോ എല്ലാവരും കിട്ടുന്നുണ്ട്, ഇടാത്തതിന്റെ കുഴപ്പമല്ലേ? ഓക്കെ. അപ്പോൾ ലോഡ് ഫാക്ടർ ഓഫ് കൺസ്യൂമർ 3 ഇതേപോലെ തന്നെ കണ്ടുപിടിക്കുമ്പം അതിനകത്ത് എനർജി കൺസ്യൂംഡ് വരുന്നത് 3 ടൈം പീരീഡിലാണ്. ഈ 3 ടൈം പീരീഡിലായിരിക്കും. അപ്പോൾ 200 വാട്ട് 8 AM to 2 PM ആണ്. അതിൽ 6 hours ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 200 ആണ്. രണ്ടാമത് 1200 വാട്ട് വരുന്നത് 2 PM to 4 PM 2 മണിക്കൂർ നേരത്തേക്കാണ്. ലാസ്റ്റ് 200 വാട്ട് വരുന്നത് 10 PM to മിഡ് നൈറ്റ്, അതായത് 2 മണിക്കൂർ. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 1200 ആണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആണ്. 0.138 വരും. ഓക്കെ, ഇതായിരിക്കും ലോഡ് ഫാക്ടർ ഓഫ് ദി കൺസ്യൂമർ 3 എന്ന് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദി സ്റ്റേഷൻ ആണ് അല്ലേ. എത്ര കിട്ടിയത്? അപ്പോൾ ഓരോന്നിന്റെ മാക്സിമം ഡിമാൻഡ് നമ്മളിവിടെ ആദ്യമേ കണ്ടുപിടിച്ചായിരുന്നു. 800, 1000, 1200. മാക്സിമം ഡിമാൻഡ് ഓൺ ദി സ്റ്റേഷൻ. ആ 1.25. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അത്ര ഫെമിലിയാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ആ ലോഡ് കർവ് വരച്ചിട്ട് ചെയ്യുക. ലോഡ് കർവ് വരയ്ക്കാണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ ടേബിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഞാൻ ലോഡ് കർവ് വരയ്ക്കാണ്ട് തന്നെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പൊ ഇതില് ഈ ഒരു ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത്
മിഡ് ടു 8 AM എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 200 watt ആണ് അല്ലെ. നോ ലോഡാണ്. കൺസ്യൂമർ 1ഉം 3ഉം നോ ലോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോഡൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അത് 200 വാട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ടൈം പീരീഡ് 8 AM to 2 PM നോക്കിക്കഴിഞ്ഞാൽ കൺസ്യൂമർ 1 600 വാട്ട് ഉണ്ട്, കൺസ്യൂമർ 2 ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, കൺസ്യൂമർ 3 200. അപ്പം ടോട്ടൽ അവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ 800 വാട്ട്സ് ആണ്. അതേപോലെ 2 PM to 4 PM നോക്കിക്കഴിഞ്ഞാൽ 3 കൺസ്യൂമർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ 1 200, കൺസ്യൂമർ 2000, കൺസ്യൂമർ 3200. അപ്പം ഇവിടുത്തെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 2400 വരും. ഇനി അടുത്ത ഇന്റർവെല്ലിൽ രണ്ടെണ്ണം നോ ലോഡിലാണ്, ആകെ കൺസ്യൂമർ 1 മാത്രമേ ഉള്ളൂ, അത് 800 വാട്ട്. ലാസ്റ്റ് ടൈം ഇന്റർവെൽ വരുമ്പോഴത്തേക്ക് കൺസ്യൂമർ 1 ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, 2ഉം 3ഉം 200 ഈച്ച്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 400 വാട്ട് വരും. അപ്പോൾ ഇത് വേഴ്സസ് ടൈം, ഈ ടൈം ഇന്റർവെൽ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ലോഡ് കർവ് കിട്ടുന്നത്. അന്നേരം നമുക്ക് കിട്ടുന്ന ഏറ്റവും മാക്സിമം ഡിമാൻഡ് എത്രയാണോ, അല്ലെങ്കിൽ അതിലെ പീക്ക് എത്രയാണോ, അതായിരിക്കും നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഒബ്സർവേഷൻ വഴി നമുക്ക് കിട്ടും 2400 ആയിരിക്കും നമ്മുടെ മാക്സിമം ഡിമാൻഡ് ഓൺ ദി പവർ സ്റ്റേഷൻ. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിമാൻഡിന്റെ വാല്യൂ കിട്ടും. കിട്ടിയോ എല്ലാവർക്കും? 1.25 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ചോദിച്ചിരിക്കുന്നത് ലോഡ് ഫാക്ടർ ഓഫ് ദി സ്റ്റേഷൻ ആണ്. ഇപ്പൊ ലോഡ് ഫാക്ടർ ഓഫ് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ഫോർമുല എന്ന് പറഞ്ഞാൽ എനർജി കൺസ്യൂം, സെയിം ഫോർമുല എനർജി കൺസ്യൂം ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു 24. അപ്പം ഇവിടെ നമുക്ക് അത് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇത് വരച്ചിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിച്ച് ചെയ്യണം. ഇല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. അപ്പം ഡൗട്ട് ഉള്ളവർ അല്ലെങ്കിൽ ഇത്തിരി ഒരു ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത് വരച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പൊ ഇത് വരയ്ക്കാണ്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അപ്പം ലോഡ് ഫാക്ടർ ഓഫ് ദി സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് എനർജി കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്, ഇത് സ്റ്റേഷനിലെ മാക്സിമം ഡിമാൻഡ് ആണ്, ഇൻറ്റു 24. അപ്പം ഈ ഫോർമുല ലോഡ് ഫാക്ടറിന്റെ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് അതേ ഫോർമുല തന്നെയാണ്. അപ്പൊ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ എനർജി ഡിവൈഡഡ് ബൈ 24 hours. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളൂ ആ ഫോർമുലയിൽ. അപ്പം എനർജി കൺസ്യൂംഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റേഷനിലെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്ന കോളം. അപ്പം ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മൾ നേരത്തെ ഓരോ കൺസ്യൂമറിന്റെ എടുത്തപ്പം കൺസ്യൂമർ 1ന്റെ എടുത്തപ്പോൾ നമ്മൾ ഈ ഒരു കോളം മാത്രമേ എടുത്തുള്ളൂ, കൺസ്യൂമർ 2ന്റെ എടുത്തപ്പോൾ ഈ ഒരു കോളം എടുത്തു, കൺസ്യൂമർ 3ന്റെ എടുത്തപ്പം ഈ ഒരു കോളം എടുത്തു. അപ്പൊ അങ്ങനെ ഓരോ സെപ്പറേറ്റ് കോളം എടുത്തപ്പോഴാണ് നമ്മൾ ഓരോ കൺസ്യൂമേഴ്സിനെ കിട്ടിയത്. ഇവിടെ നമ്മൾ ടോട്ടൽ സ്റ്റേഷന്റെ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കോളം വേണം നമ്മൾ എടുക്കാൻ ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി, അന്നേരത്തേക്ക് എനർജി കൺസംഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഇന്റർവെൽ എന്ന് പറഞ്ഞത് 8 hours ആണ്, 12 midnight to 8 AM. അന്നേരം അവിടെ ഉള്ള ലോഡ് എന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പം അവിടുത്തെ എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ പവർ അല്ലെങ്കിൽ ലോഡ് ഇൻറ്റു ടൈം, ലോഡ് ഇൻറ്റു ടൈം, ഇതായിരിക്കും അവിടുത്തെ എനർജി കൺസ്യൂംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് ഇന്റർവെല്ലില് പവർ എന്ന് പറഞ്ഞാൽ 800ഉം അതിന്റെ ടൈം ഇന്റർവെല്ലിൽ 6 hours. തേർഡ് ടൈം ഇന്റർവെല്ലില് പവർ 2400, ടൈം 2 hours. ഫോർത്തില് 800ഉം 6 hours. ലാസ്റ്റ് ടൈം ഇന്റർവെല്ലില് 400ഉം 2 hours. ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് നമ്മൾ നേരത്തെ ഡൈവേഴ്സിറ്റി ഫാക്ടർ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 2400 ആണ്, ഇൻറ്റു 24. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷനിന്റെ പവർ സ്റ്റേഷന്റെ ലോഡ് ഫാക്ടർ കിട്ടും.
ഓക്കെ, അത് ചെയ്യുമ്പോൾ 7/24 അല്ലെങ്കിൽ 0.29 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കട്ടോ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്ലാൻ കപ്പാസിറ്റി ഫാക്ടറിലോട്ട് നമ്മൾ നീങ്ങുവാണ്. അപ്പൊ അതിൽ മെയിനായിട്ട് ഈ ലോഡ് ഫാക്ടർ വെച്ചുള്ള ഒരു ഡെറിവേഷനും അങ്ങനത്തെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളത് ലോഡ് ഫാക്ടർ വെച്ചുള്ള ഇത് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതാ ഈ രണ്ട് പ്രോബ്ലം ഇതിൽ തന്നെ ചെയ്യിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിലോട്ട് പോവാം. ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല ആർക്കെങ്കിലും അറിയാവോ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന്റെ? ഓക്കെ, അപ്പൊ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. അപ്പൊ ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ അത് എന്താണെന്നുള്ളത്, അപ്പൊ എന്നിട്ട് നമുക്ക് അതിന്റെ ഐഡിയൽ വാല്യൂസ് ഏത് റേഞ്ചിലൊക്കെ അതിന്റെ വാല്യൂസ് വരും, ഏത് റേഞ്ചാണ് നമ്മുടെ പ്രിഫേർഡ് ആയിട്ടുള്ള റേഞ്ച്, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഫൈൻഡ് ദി ലോഡ് ഫാക്ടർ, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ, ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ആണ്. അപ്പൊ അതിൽ തന്നെ ലോഡ് ഫാക്ടർ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ആ ലോഡ് കർവിന്റെ ഏരിയ അണ്ടർ ലോഡ് കർവ് ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. അപ്പൊ ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എളുപ്പമുള്ള ഇത് ചൂസ് ചെയ്താൽ മതി, ആ ഒരു സെക്ഷൻ ചൂസ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് എളുപ്പം തോന്നി ഇതാണ്. ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് കൂട്ടുക, ഇത് ഒരു ട്രയാങ്കിള്, ഇതൊരു റെക്റ്റാങ്കിള്, ഇത് ഒരു ട്രയാങ്കിള്. അപ്പം അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ ടോട്ടൽ അന്നേരം നമുക്ക് ടോട്ടൽ എനർജി അല്ലെങ്കിൽ ആ ഏരിയ അണ്ടർ ദി ലോഡ് കർവ് കിട്ടും. അപ്പൊ ഫസ്റ്റ് സെക്ഷന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇൻറ്റു 22 ആണ്. രണ്ടാമത്തെ സെക്ഷന്റെ വരുമ്പം ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. ബേസ് വന്ന് 4 വരും, ഹൈറ്റ് 50 വരും. പിന്നെ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, തേർഡ് പോർഷൻ, അത് ബേസ് 3 ആണ്, 12 to 15 ഇടയ്ക്ക് ആയതുകൊണ്ട് ഹൈറ്റ് 50 ആണ്. ലാസ്റ്റ് ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതിന്റെ ബേസ് 3 ആണ്, ഹൈറ്റ് 50 ആണ്. ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് 24.
ആവറേജ് ലോഡ് എത്ര കിട്ടിയായിരുന്നു? കറക്റ്റാ, 105.21. അത് വന്ന് മെഗാ വാട്ടിൽ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആവറേജ് ലോഡ് മതി, നമ്മൾ ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതൊരു സ്റ്റെപ്പിൽ വേണ്ടി ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിലെ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. അപ്പം ഈ പ്ലാന്റിലെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് നോക്കുക, പീക്ക് 150ലാണ്. അപ്പോൾ ഇത് ചെയ്തു വരുമ്പം 0.701 എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഇനി പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഒന്ന് കണ്ടുപിടിക്കാവോ എത്രയാണ്? പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി ആണ്. അപ്പം ആവറേജ് ലോഡ് 105.21 വരും. പ്ലാന്റ് കപ്പാസിറ്റി വരുന്നത് 200 മെഗാവാട്ട് ആയിരിക്കും. അത് 0.526 വരും അല്ലെ? ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന്റെ റേഞ്ച് ഏതിനിടയ്ക്കായിരിക്കും വരുന്നത്, ഏത് രണ്ട് വാല്യൂസിന് ഇടയ്ക്കായിരിക്കും വരുന്നതെന്ന് പറയാമോ? പ്രാക്ടിക്കൽ വാല്യൂസ് ഓഫ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. ലെസ് ദാൻ 1 ആയിരിക്കും. 0.5 ആൻഡ് 1 എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല നമുക്ക്. ലെസ് ദാൻ 1 ആയിരിക്കും. ഐഡിയൽ ആയിട്ട് നമുക്ക് അത് ഈക്വൽ ടു 1 എന്നുള്ളൊരു വാല്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഐഡിയലായിട്ട് പ്രിഫർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൽ വരുന്നത്. ഇനി അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് യൂസേജ് ഫാക്ടർ എന്ന് പറയുന്ന ടേം ആണ്. ഇത് 2-3 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് അതിനെപ്പറ്റി ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റ് യൂസേജ് ഫാക്ടർ ആണ് അടുത്ത ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഞാൻ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന്റെ ഒരു പ്ലാന്റ് കപ്പാസിറ്റി എത്ര എടുത്തത്, അത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആണ്. ഇതിൽ നമ്മൾ ഗ്രാഫിൽ തന്നെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 200 മെഗാവാട്ട് എന്ന്. ആ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിനെയാണ് നമ്മൾ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പ്ലാന്റ് യൂസ് ഫാക്ടറിലോട്ട് പോകുന്നതിന് മുന്നേ ഇതിലൊരു ചെറിയൊരു ഒരു ഫോർമുലയും കൂടെ ഒന്ന് എഴുതാം ഇത് വെച്ചിട്ട് തന്നെ. അപ്പം ഇത് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇപ്പം നമ്മൾ എഴുതി ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ആണുള്ളത്. ഇത് ഞാൻ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ടോട്ടൽ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പം മേളിലും താഴെയും.
അപ്പം ആവറേജ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫോർമുല എഴുതിയാണ്. ആവറേജ് ലോഡിന്റെ ഫോർമുല എന്തായിരുന്നു? എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ, ഇതിപ്പോൾ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ എനർജി പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു, അത് ലോഡ് ആകുമ്പോഴത്തേക്ക് എനർജി കൺസ്യൂംഡ് എന്നായിരിക്കും വരിക. അപ്പോൾ എനർജി പ്രൊഡ്യൂസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ആവറേജ് ലോഡിനെ നമ്മൾ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്താ സംഭവിക്കുക? ഈ ഒരു ഡിനോമിനേറ്റർ ടൈം പോവും. അപ്പൊ അതിനകത്ത് മേളിൽ ന്യൂമറേറ്ററിൽ വരുന്നത് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ടോട്ടൽ അവേഴ്സ് എന്ന് വരും. ഓക്കെ, അത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി അതിനകത്ത് ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ പ്ലാന്റ് കപ്പാസിറ്റി ആണ് ഇൻറ്റു ടൈം ആണ് അല്ലേ? ആ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റിന്റെ കപ്പാസിറ്റി ഇവിടെ 200 മെഗാവാട്ട് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് താഴെ വരാൻ പോകുന്നത്. കാരണം എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടൈം ആണ് അല്ലേ? അപ്പൊ പ്ലാന്റ് കപ്പാസിറ്റി നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ 200 ആണെങ്കിൽ അത് ഇൻറ്റു 24 അവേഴ്സ്. അപ്പം ആ ഒരു പ്ലാന്റ് അതിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ ഫുൾ ടൈം ഓടുമ്പം എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഇനി ഡിനോമിനേറ്ററിൽ നമ്മൾ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ദ പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ് ആസ് പെർ ദി പ്ലാന്റ് കപ്പാസിറ്റി ഫോർ ടോട്ടൽ ടൈം. അത് ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പൊ നമ്മള് അത് അല്ലെങ്കിൽ ആക്ച്വൽ എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ് ഫോർ ദി ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൽ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ലോഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ആയിരുന്നു. അപ്പൊ അത് നമ്മൾ ടോട്ടൽ രണ്ടിന്റെയും ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിൽ നമ്മൾ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ എനർജി പ്രൊഡ്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആയിരുന്നു. അപ്പൊ അതിന്റെ നമ്മൾ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ആവറേജ് ലോഡിന്റെ ഡിനോമിനേറ്ററിലുള്ള ടൈം പോയി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ടോട്ടൽ അവേഴ്സ് എന്ന് പറഞ്ഞ ന്യൂമറേറ്ററിൽ കിട്ടിയത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു ടൈം. പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പവറിന്റെ വാല്യൂ ആണ്. പവറിന്റെ വാല്യൂ ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജിയാണ് കിട്ടുന്നത്. അപ്പം താഴത്തെ ഡിനോമിനേറ്ററിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ദ പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ്, അത് പ്ലാന്റ് കപ്പാസിറ്റിയിൽ ഓടുമ്പം അത് എത്ര, അതായത് ആക്ച്വൽ എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഡിനോമിനേറ്ററിൽ വരിക. അപ്പൊ ഇതാണ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന്റെ വേറൊരു ഫോർമുല. അപ്പൊ ഇത് വെച്ച് നമുക്ക് നമ്മുടെ പ്ലാന്റ് യൂസേജ് ഫാക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ ഇട്ടേക്കുന്നതാണ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്ലാന്റ് യൂസ് ഫാക്ടർ അല്ലെങ്കിൽ പ്ലാന്റ് യൂസേജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൽ ആകെ ഒരു വ്യത്യാസം വരുന്ന ആ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ യൂസേജ് അല്ലെങ്കിൽ ആ യൂസ് എന്ന് പറയുന്ന ഒരു ടേം ആണ് അവിടെ വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ആ പ്രോബ്ലം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ ഫിഗർ ഒന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. അപ്പൊ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0 to 22 അവേഴ്സ് ഈ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ 22 മുതൽ 24 വരെ ആ ഒരു 2 മണിക്കൂർ ഈ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു ടൈം പീരീഡും കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ പ്ലാന്റ് യൂസ് ഫാക്ടർ അല്ലെങ്കിൽ പ്ലാന്റ് യൂസേജ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഫോർമുലയിൽ വ്യത്യാസം വരുന്നത് ഇവിടെ ഉള്ളൂ. നമ്മൾ ഈ ടോട്ടൽ അവേഴ്സ് നമ്മൾ ഈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൽ പറഞ്ഞ ആ ടേം ഉണ്ടല്ലോ, അത് ഇതിൽ വരുമ്പോഴത്തേക്ക് പ്ലാന്റ് യൂസേജ് ഫാക്ടറിൽ വരുമ്പോഴത്തേക്ക് അത് യൂസ് ചെയ്ത ടൈം ആയിരിക്കും. അതായത് ആ പ്ലാന്റ് വർക്ക് ചെയ്ത ടൈമിലുള്ള ആ ടൈം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പം അത് നമ്മൾ മാറ്റി എഴുതുക. അപ്പൊ ഇത് ടോട്ടൽ അവേഴ്സ് ആയിരിക്കൂല, അതിന് പകരം ആ പ്ലാന്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ used hours divided by energy the plant can produce as per the plant capacity for the used time. ഓക്കെ, അത് ക്ലിയർ ആയോ? അപ്പൊ രണ്ടിന്റെ തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടോട്ടൽ അവേഴ്സ് എടുക്കുക. ഒരു ദിവസം എടുക്കുവാണെങ്കിൽ 24 മണിക്കൂർ എടുക്കും.
പ്ലാന്റ് യൂസ് ഫാക്ടർ അല്ലെ പ്ലാന്റ് യൂസേജ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റ് വർക്ക് ചെയ്ത ടൈം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് അത് തമ്മിലുള്ള പ്ലാന്റ് യൂസ് ഫാക്ടറും പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്ലാന്റ് യൂസേജ് ഫാക്ടർ ഒന്ന് കണ്ടുപിടിക്കാവോ? ഇവിടെ യൂസ്ഡ് അവേഴ്സ് എന്ന് പറയുന്നത് എത്ര ടൈമാണ്? എത്ര അവേഴ്സ് ആണ് നമ്മൾ ഈ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്? കറക്റ്റ് 22 അവേഴ്സ് ആണ്. കാരണം ലാസ്റ്റ് ആ 22 ടു ആ 24 അവേഴ്സ്, ആ 2 മണിക്കൂർ പീരീഡ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ യൂസ്ഡ് അവേഴ്സ് എന്ന് പറഞ്ഞത് 22 അവേഴ്സ് ആണ്. അപ്പം ഈ 22 അവേഴ്സ് നേരത്തേക്കുള്ള ഈ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്ത എനർജി ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ ഈ പ്ലാന്റിന്റെ ഈ ലോഡ് കർവിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കേട്ടോ, അപ്പോൾ ഒന്നുകൂടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് നേരത്തെ കിട്ടിയത് എത്രയായിരുന്നു? ഈ മേളിലുള്ള ഈ പാർട്ടാണ്, ഇത്രയും പാർട്ടാണ് നമുക്ക് കിട്ടിയത്. ഇനി ഡിനോമിനേറ്ററിൽ വരുന്ന പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ദ പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ് ആസ് പെർ ദി പ്ലാന്റ് കപ്പാസിറ്റി ഫോർ ദി യൂസ് ടൈം. അപ്പം ഈ പ്ലാന്റ് അതിന്റെ ഫുൾ കപ്പാസിറ്റിയിൽ റൺ ചെയ്യുവാണ്. ഫുൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 200 മെഗാവാട്ട് ആണ്. ഈ 200 മെഗാവാട്ടിൽ ഇത് റൺ ചെയ്യുന്നത് എത്ര ടൈം നേരത്തേക്കാണ്? 22 മണിക്കൂർ നേരത്തേക്കാണ് അല്ലേ? അപ്പൊ അവിടുത്തെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 മെഗാവാട്ട് ഇൻറ്റു 22 അവേഴ്സ് ആണ്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞത്. കിട്ടിയോ? അതിന്റെ വാല്യൂ കിട്ടിയായിരുന്നോ? ആ, 0.574. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റിയിൽ നമ്മൾ ഒരു ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് ഒരു ഡേയിൽ അല്ലെങ്കിൽ ഒരു മന്തിലെ കൂട്ടുവാണെങ്കിൽ അതിനകത്ത് എത്ര മണിക്കൂറുണ്ടോ ആ ടോട്ടൽ അവേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള അതിന്റെ പ്ലാന്റിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫാക്ടറാണ് ഈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലാന്റ് യൂസേജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളൊരു ഫാക്ടർ കണ്ടുപിടിക്കുന്നതുകൊണ്ട് അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്ര ടൈമിലും എനർജി ആ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത്ര ടൈമിലുള്ള ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ പ്ലാന്റ് യൂസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ടേം ആണ് ഇനി ഒരു ടേം കൂടെ കണ്ടുള്ളൂ, റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ടേം കൂടെ ഉള്ളു നമ്മുടെ ഈ ഒരു സെക്ഷനിൽ. അപ്പൊ അതുകൂടെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോർഷൻ എല്ലാം വരുന്ന ഒരു 2-3 പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബേസിക്സ് ഓഫ് എക്കണോമിക് ഓപ്പറേഷൻ അതിന്റെ ആ ഒരു ഫസ്റ്റ് പാർട്ട് തീരും. ഇത് കഴിഞ്ഞാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു ലോഡ് ഡിസ്പാച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഒരു ജനറേറ്ററിൽ നിന്ന് നമ്മൾ എത്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലാഭകരമായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ ലോഡ് ഡിസ്പാച്ചിൽ വരുന്ന മാക്സിമം എനർജി നമുക്ക് മിനിമം കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ആ ലോഡ് ഡിസ്പാച്ചിൽ വരുന്നത്. ഓക്കെ, അപ്പം അടുത്താണ് ഈ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ യൂട്ടിലൈസേഷൻ ഫാക്ടറിന്റെ ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി, ഇതാണ് അതിന്റെ യൂട്ടിലൈസേഷൻ
ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതൊന്ന് കണ്ടുപിടിക്കോ? ആ 0.75 കറക്റ്റ് ആണ്. അപ്പൊ അത് ഡയറക്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതിന്റെ നമ്മുടെ യൂട്ടിലൈസേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ചെയ്താൽ മതി. അപ്പൊ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലോഡ് കർവിൽ വരുന്ന ആ പീക്ക് പോയിന്റിനെയാണ് നമ്മൾ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് 150 മെഗാവാട്ട് ആണ്. ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ കപ്പാസിറ്റി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആണ് 200 മെഗാവാട്ട് എന്ന് വരും. അപ്പോൾ അതിന്റെ റേഷ്യോ എടുക്കുമ്പം 150 ബൈ 200 എടുക്കുമ്പോൾ 0.75 വരും. ഇതാണ് നമ്മുടെ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്, അതിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പൊ എനിക്ക് കുറച്ച് ലോഡുണ്ട്, കുറച്ച് ജനറേഷനും ഉണ്ട്. അല്ല, ജനറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് 500 മെഗാവാട്ടാന്ന് വിചാരിക്കുക. അതിൽ ലോഡ് എന്ന് പറയുന്നത് 300 മെഗാവാട്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഇതിനകത്ത് വരുന്ന റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയാവോ? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ലോഡ് അതെ, 200 മെഗാവാട്ട് തന്നെ ആയിരിക്കും. അതായത് ടോട്ടൽ ജനറേഷൻ എത്രയുണ്ടോ അതിൽ നിന്ന് നമ്മൾ ലോഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ റിസർവ് ആയിട്ടുണ്ടോ അതിന് പറയുന്നതാണ് റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ അതിനകത്ത് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നോർമലി നമുക്ക് ഒരു ജനറേഷൻ ഒരു ലോഡ് വരുമ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനകത്ത് ഒന്നിൽ കൂടുതൽ ജനറേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ജനറേഷൻ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒന്നിൽ കൂടുതൽ ജനറേഷൻ വരുന്ന ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നമുക്ക് ആ ഒരു പ്ലാന്റിൽ 2 ജനറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ജനറേറ്റർ സപ്പോസ് 500 മെഗാവാട്ട് തന്നെ സപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ജനറേറ്ററിന് എക്സാമ്പിൾ ഒരു 200 ആയിക്കോട്ടെ, 200 മെഗാവാട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്, മാക്സിമം ലോഡ് എന്ന് പറയുന്നത് അല്ലെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു 650 മെഗാവാട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ റിസർവ് കപ്പാസിറ്റി എത്രയായിരിക്കും? ടോട്ടൽ ജനറേഷൻ കണ്ടുപിടിക്കുക. ടോട്ടൽ ജനറേഷനിൽ നിന്ന് നമ്മുടെ മാക്സിമം ഡിമാൻഡ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 500 + 200 700 വരും. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ മാക്സിമം ഡിമാൻഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 50 ആയിട്ട് നമ്മുടെ റിസർവ് കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ എത്ര വരും എന്ന് കണ്ടുപിടിക്കാമോ? ഗ്രാഫിൽ ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ്റെ ഗ്രാഫ് ഇവിടെ ഇട്ടിട്ടുണ്ട്.
ഫൈൻഡ് ദി റിസർവ് കപ്പാസിറ്റി. ആ 50 തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് കപ്പാസിറ്റിയുടെ ഫോർമുല വരുന്നത് പ്ലാന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ ജനറേഷൻ മൈനസ് അതിന്റെ മാക്സിമം ഡിമാൻഡ് ആയിരിക്കും. അപ്പം ഇവിടെ പ്ലാന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ പ്ലാന്റിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നതാണ് അതിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി വരുന്നത്. അപ്പൊ 200 ആണ്. ഇവിടുത്തെ മാക്സിമം ഡിമാൻഡ് ഇതിന്റെ പീക്കാണ്, അത് 150 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50 മെഗാവാട്ട് ആണ് ഇവിടുത്തെ റിസർവ് കപ്പാസിറ്റി വരുന്നത്. ഇനി ഇതിൽ ചില എക്സാമിന് ഞാൻ ചോദിച്ചത് കണ്ടിട്ടുണ്ട്, അത് ഏതാണെന്ന് ഓർക്കുന്നില്ല. നമ്മൾ ഇതിപ്പോ ഡയറക്റ്റ് ഈ ഫോർമുല തരാണ്ട് ഈ റിസർവ് കപ്പാസിറ്റിയും ലോഡ് ഫാക്ടറും കപ്പാസിറ്റി ഫാക്ടറും വെച്ചൊരു ഫോർമുല വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് മാക്സിമം ഡിമാൻഡും ലോഡ് ഫാക്ടറും കപ്പാസിറ്റി ഫാക്ടറും തന്നിട്ട് ഈ റിസർവ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഒറ്റ ഫോർമുല ബേസ് ചെയ്തുള്ള ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ആ ഫോർമുല നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് അതിന്റെ ഡെറിവേഷനും കൂടെ ഇട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എഴുതിയ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ് എന്നാണ് എഴുതിയത് അല്ലേ. അപ്പൊ ഇതിനെ ഞാൻ ആവറേജ് ലോഡിന്റെ ടേംസിലോട്ട് ഈ രണ്ടിനെയും കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ആവറേജ് ലോഡില് ടേംസിൽ പ്ലാന്റ് കപ്പാസിറ്റിനെയും മാക്സിമം ഡിമാൻഡിനെയും പറയണം. ഓക്കെ, അപ്പൊ പ്ലാന്റ് കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് ആവറേജ് ലോഡ്. പ്ലാന്റ് കപ്പാസിറ്റിയുടെ നമ്മുടെ പഴയ ഫോർമുല നോക്കുക. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. അപ്പൊ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതെ, പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ, ഇപ്പൊ ആവറേജ് ലോഡിനെ ഞാൻ പി ആവറേജ് എന്ന് ഇടുവാണ്. പി ആവറേജ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. ഓക്കെ, ഇത് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്നാണ്. അത് ഓക്കെ, ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്തത് മാക്സിമം ഡിമാൻഡ് ആണ്. മാക്സിമം ഡിമാൻഡ് നമ്മൾ ഈ ആവറേജ് ലോഡിന്റെ ടേംസിൽ എഴുതണം. അത് നമ്മൾ ലാസ്റ്റ് ഇതിൽ നോക്കിയതാണ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് മാക്സിമം ഡിമാൻഡും ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലേ. ഡിമാൻഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു, ഓക്കെ അത് പറ്റത്തില്ല, നമുക്ക് ഇതെടുക്കേണ്ടി വരും. മാക്സിമം ഡിമാൻഡും ആവറേജ് ലോഡും അല്ല വേണ്ട. അപ്പം ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മാക്സിമം ഡിമാൻഡിന്റെ ടേംസിൽ നമ്മൾ ആവറേജ് ലോഡും ലോഡ് ഫാക്ടറും ഇടുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് മാക്സിമം ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ആവറേജ് ലോഡ്, പി ആവറേജ് എന്ന് ഞാൻ ഇട്ടു. ഇനി പി ആവറേജ് ഡിവൈഡഡ് ബൈ ലോഡ് ഫാക്ടർ അല്ലേ. അപ്പം ലോഡ് ഫാക്ടറിന് പ്ലാന്റ് ലോഡ് ഫാക്ടറിന് പി എൽ എഫ് എന്ന് ഞാൻ ഇട്ടേക്കണം. എല്ലാം ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഇത് വരാൻ വേണ്ടി പ്ലാന്റ് ലോഡ് ഫാക്ടർ എന്ന് ഇട്ടേക്കാണ് പി എൽ എഫ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പി ആവറേജ് കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് 1 ബൈ പി സി എഫ് മൈനസ് 1 ബൈ പി എൽ എഫ് എന്ന് വരും. അതായത് പി ആവറേജ്
അപ്പൊ ഇത് ഒരു ഫോർമുലയാണ്. ഇത് കാണാപ്പാഠം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ് അല്ല, ഒരു 10-20 സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. കാണാപ്പാഠം പഠിച്ചില്ലെങ്കിലും പെട്ടെന്ന് ഈ ബേസിക് ആയിട്ടുള്ള ഫോർമുല വെച്ച് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതൊരു ഫോർമുലയാണ്. ഇനി നമുക്ക് ഒരു ഫോർമുലയും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ ഇതിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് ഈ പ്ലാന്റ് ലോഡ് ഫാക്ടർ എന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ പി ആവറേജ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് ലോഡ് ഫാക്ടർ, ഇത് വേറെ ഫോർമുലയാണ്. അപ്പോൾ ഇതിൽ ഈ പി ആവറേജ് ഡിവൈഡഡ് ബൈ പി എൽ എഫ്, അതായത് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞ ടേം എന്താണെന്നറിയാമോ? അതെ, ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ ലോഡ് ഫാക്ടർ. അതായത് നമ്മൾ നേരത്തെ ഇവിടെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തൊരു ടേം ആണ് അല്ലേ. പി ആവറേജ് ഡിവൈഡഡ് ബൈ പി ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ് ആണ് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് പി മാക്സ് ഇൻറ്റു പി എൽ എഫ് മൈനസ് പി സി എഫ് ഡിവൈഡഡ് ബൈ പി സി എഫ്. അപ്പൊ ഈ രണ്ട് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം കാണാപ്പാഠം പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഫോർമുല ഓർത്ത് വെക്കുക. അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ഇത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ഈ ഒരു ഇത് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ആ ഫിഗറും ആ ഒരു നേരത്തെ നമ്മൾ കിട്ടിയ വാല്യൂസ് ഞാൻ ഇവിടെ എടുത്തിട്ടത്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഡയറക്റ്റ് ചോദിക്കാനാണെങ്കിൽ പ്ലാന്റ് ലോഡ് ഫാക്ടറും പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറും മാക്സിമം വാല്യൂ മാത്രമേ തരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്കൊന്ന് നേരത്തെ കിട്ടിയ ഫോർമുല വെച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അതിൽ പി എം എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് ആണ്. അപ്പൊ ഇതിലെ മാക്സിമം ഡിമാൻഡ് നമ്മൾ നേരത്തെ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്താണ്. ഇതിനകത്ത് 150 മെഗാവാട്ട് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് മാക്സിമം ഡിമാൻഡ്. അല്ലെ ലോഡ് ഫാക്ടർ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് 0.701. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 0.526. ഇത് ചെയ്താൽ എത്ര വരും എന്ന് പറയാമോ? ആ 49.9. ഓക്കെ, അത് റഫ്ലി നമ്മൾ ഡയറക്റ്റ് ചെയ്ത ആ 50യോട് ക്ലോസ് ആയിട്ടുള്ള വാല്യൂ, അതൊരു അപ്രോക്സിമേഷനിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്ന വാല്യൂ ഉള്ളൂ. നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്ത ഫോർമുല ആയിരുന്നു റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. അപ്പൊ ഇതിൽ പ്ലാന്റ് കപ്പാസിറ്റി 200 ആയിരുന്നു, മാക്സിമം ഡിമാൻഡ് 150 ആയിരുന്നു. അങ്ങനെ നമുക്ക് 50 ഡയറക്റ്റ് ഫോർമുല വെച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇൻ കേസ് ലോഡ് ഫാക്ടറും കപ്പാസിറ്റി ഫാക്ടറും മാക്സിമം പീക്ക് ഡിമാൻഡ് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് തരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമുല വെച്ച് വേണം നമ്മൾ ചെയ്യാൻ.
ഓക്കെ, അപ്പൊ ഇത് കുറച്ചൊരു ഓവർ കാൽക്കുലേഷൻ ഈ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് നിങ്ങൾ ഇതാക്കണ്ട, കാര്യാക്കണ്ട. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് ഇതിന്റെ റെക്കോർഡിംഗ് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കി, അല്ലെ പോസ് ചെയ്തൊന്ന് പതുക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. കിട്ടിക്കോളും, കുഴപ്പമില്ല. നിങ്ങൾ ചിലപ്പം ഒരു ഗ്യാപ്പ് കഴിഞ്ഞത് നോക്കുന്നതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടാവും. അത് നിങ്ങളത് ഡിസ്കറേജ് അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഡിസ്കറേജ് ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇത്തിരി ഒന്ന് സ്ലോ ആക്കി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ പറ്റുമെങ്കിൽ അത് നാളെ തന്നെ, ഇന്ന് സമയം ഉണ്ടാവില്ലായിരിക്കും, നാളെ തന്നെ ഒന്ന് അതൊന്ന് ഓടിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഇത്തിരി ഒന്ന് സ്ലോ ഡൗൺ ആയിട്ട് നമുക്ക് ഇതുവരെ ഒന്ന് ഇപ്പൊ ഈ തിയറട്ടിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒരു 3 പ്രോബ്ലം, പിന്നെ ഇന്നലെ ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഒരു 2-3 പേർക്ക് സംശയം ഉണ്ടായിരുന്നു. സംശയമല്ല, എന്നുവെച്ചാൽ ഒരു അറിയാൻ വേണ്ടി കുറച്ചുകൂടെ കൂടുതലായിട്ടൊന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസും പിന്നെ അതിന്റെ ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സും ഉണ്ട്. അപ്പൊ അതുകൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ഒന്ന് പതുക്കെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓവറോൾ ഈ ഒരു സെക്ഷന്റെ ഫുൾ ഒരു ഇതുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കുറച്ചൊരു ബേസിക് ലെവലായിട്ടുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഒരുമിച്ചൊന്ന് ചെയ്യാം. അപ്പൊ ആദ്യത്തേത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആണ്. അപ്പം ഇതിന്റെ പവർ സിസ്റ്റത്തിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് അധികം എന്താ പറയാ, ക്വസ്റ്റ്യൻ ഇത്തിരി ഒന്ന് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ ആദ്യമേ അതിന്റെ ക്വസ്റ്റ്യന്റെ ഒരു ഡിഫിക്കൽട്ടി കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ വലിപ്പം കാണുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പം ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി വായിച്ചു നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റഫായിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ, അയ്യോ 5 പാർട്ടുണ്ട്, ഒരു കുറെ വാല്യൂസ് തന്നിട്ടുണ്ട്, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ആ ഒരു രീതിയിൽ വിചാരിച്ചു നോക്കി നമുക്ക് കിട്ടില്ല. പക്ഷെ നമ്മളൊരു സിമ്പിൾ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ലൈൻ വായിച്ചു, അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നോട്ട് ചെയ്യുക. സെക്കൻഡ് ലൈൻ വായിച്ചു, അതിൽ നിന്ന് നോട്ട് ചെയ്യുക. പിന്നെ ആ ഫോർമുല നോട്ട് ചെയ്ത സാധനം നമ്മൾ റിലേഷൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ആലോചിച്ച് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മൾ ആ ഒരു പ്രൊസീജിയറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പതുക്കെ കിട്ടി തുടങ്ങിക്കോളും. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ കിട്ടി, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് കിട്ടത്തില്ല എന്ന് ആദ്യമേ അങ്ങനെ ചിന്തിക്കരുത്. അത് കിട്ടുമെന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ആ ഒരു കോൺഫിഡൻസ് വെച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ അത് നോക്കാം, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ദി ലോഡ് ഡ്യൂറേഷൻ കർവ് ഓഫ് എ പവർ പ്ലാന്റ് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. അതിൽ പവർ സപ്ലൈഡ് ബൈ 1 ജനറേറ്റിംഗ് യൂണിറ്റ് ഇസ് 95 മെഗാവാട്ട് ആൻഡ് ഫ്രം 2 അതർ യൂണിറ്റ്സ് ഇസ് 45 മെഗാവാട്ട് ഈച്ച്. ഫൈൻഡ് ദി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. അപ്പം അതിൽ ഒരു പവർ പ്ലാന്റിന്റെ ലോഡ് ഡ്യൂറേഷൻ കർവ്, ലോഡ് കർവ് അല്ല തന്നേക്കുന്നത്, ലോഡ് ഡ്യൂറേഷൻ കർവ് ആണ് തന്നേക്കുന്നത്. പവർ സപ്ലൈഡ് ബൈ 1 ജനറേറ്റിംഗ് യൂണിറ്റ്. ഈ വേറൊരു കാര്യം ഓർത്തിരിക്കണം, നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവും ലോഡ് കർവും നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കാൽക്കുലേഷൻ വരുന്നത് ഈ ഏരിയ അണ്ടർ ദി കർവ് ആണല്ലോ വരുന്നത്. അപ്പൊ അന്നേരം നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവ് ആണെങ്കിലും ലോഡ് കർവ് ആണെങ്കിലും വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ. അത് ലോഡ് ഡ്യൂറേഷൻ കർവ് വന്നുകൊണ്ട് നമ്മുടെ കാൽക്കുലേഷനിൽ വ്യത്യാസം വരുമെന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവ് നോക്കിയത് എവിടെയാന്ന് ഓർമ്മയുണ്ടോ? ഇവിടെയാണ് നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവ് നോക്കിയത്. ലോഡ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അതിന്റെ ലോഡ് വേഴ്സസ് ടൈം വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് ലോഡ് കർവ് എന്ന് പറഞ്ഞാൽ. ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലോഡിനെ അതിന്റെ ഡിസെൻഡിങ് ഓർഡർ വെച്ച് വരച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത് രണ്ടും മാറ്റി വരയ്ക്കുന്നതിൽ നമ്മൾ ലോഡൊന്നും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് ഡിസെൻഡിങ് ഓർഡറിൽ തന്നിരിക്കുന്ന ഗ്രാഫിനെ മാറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഇതിന്റെ അടിയിൽ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ, രണ്ട് കർവിന്റെ അടിയിൽ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആണ്. ഇത് ജനറേഷൻ കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. എത്ര കിട്ടി? ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ഫാത്തിമ ജെൻസിയും പറഞ്ഞ കറക്റ്റ് 185 ആണ്. അപ്പൊ അത് ജസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇതിനകത്ത് 3 ജനറേറ്റിംഗ് യൂണിറ്റ് ആണ് ഉള്ളത്. പവർ സപ്ലൈഡ് ബൈ 1 ജനറേറ്റിംഗ് യൂണിറ്റ് ഇസ് 95 മെഗാവാട്ട്. അപ്പം ജനറേറ്റിംഗ് യൂണിറ്റ് G1 എന്ന് പറയുന്നത് 95 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഇനി ഫ്രം 2 അതർ യൂണിറ്റ്സ് ഇസ് 45 മെഗാവാട്ട് ഈച്ച്. അപ്പം G2ലെയും
G3യിലെയും ജനറേഷൻ എന്ന് പറഞ്ഞാൽ 45 മെഗാവാട്ട് ഈച്ച് ആണ്. അപ്പോൾ രണ്ടിലും 45 മെഗാവാട്ട് ഈച്ച് ഉണ്ട്. അപ്പം ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ജനറേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം G1 പ്ലസ് G2 പ്ലസ് G3 95 പ്ലസ് 45 പ്ലസ് 45 എന്ന് വരും. അപ്പം അത് 185 മെഗാവാട്ട് എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ഓക്കെ, അടുത്തത് ലോഡ് ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ലോഡ് ഫാക്ടർ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ഫോർമുല വെച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഫോർമുല ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കാം പെട്ടെന്ന്. ഒരു ക്വസ്റ്റ്യനോട് ഇതിനകത്ത് മാക്സിമം ഡിമാൻഡ് എത്രയാണ്? ആ 140. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവ് ആണെങ്കിലും ലോഡ് കർവ് ആണെങ്കിലും അതിന്റെ മാക്സിമം അതിന്റെ ഡ്യൂറേഷൻ അതൊന്നും മാറുന്നില്ല, ലോഡൊന്നും മാറുന്നില്ല. ജസ്റ്റ് നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവ് ആകുമ്പം അതിന്റെ ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മളത് ഗ്രാഫ് വരച്ച് പോയത്. അപ്പൊ അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ഇതായിരിക്കും നമ്മൾ അതിന്റെ പീക്ക് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിലെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 മെഗാവാട്ട്. ഈ ഒരു പീക്കാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ആവറേജ് ലോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ചെയ്താൽ മതി. അപ്പം പി ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഈ ഒരു ഏരിയനെ നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിളും ഈ ഒരു ഏരിയനെ നമുക്കൊരു റെക്ടാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 8760 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 30 മൈനസ് 140 മൈനസ് 30 110 എന്ന് വരും അല്ലേ. ഇനി ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 8760 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഇതാണ് ആവറേജ് ലോഡ് ആയിട്ടില്ല. ഡിവൈഡഡ് ബൈ 8760 ഡിവൈഡ് ബൈ ടോട്ടൽ ആ ടൈം എടുക്കണം. അപ്പം നമുക്ക് ആവറേജ് ലോഡ് ആവും. ഓക്കെ, ഇപ്പൊ ഇത് മേളിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 8760 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ 8760 നമുക്ക് അങ്ങ് ഡയറക്റ്റ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ വരുന്നത് ടോട്ടൽ ബാക്കി വരുന്ന ഹാഫ് ഇൻറ്റു 110 പ്ലസ് 30 എന്ന് വരും. അതായത് ഹാഫ് ഇൻറ്റു 110 55 വരും, ബാക്കി 85 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവറേജ് ലോഡ് 85 ഡിവൈഡ് ബൈ 140 ഈക്വൽ ടു 0.607. ഏതെങ്കിലും ഇത് പാർട്ട് വരുമ്പം ഇത്തിരി ക്ലിയർ ആയില്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയും ലോഡ് ഫാക്ടറും കഴിഞ്ഞു. അതിനകത്ത് ഫോർത്ത് പോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. മാക്സിമം ഡിമാൻഡ് 140 മെഗാവാട്ട് ആണ്. ഇനി തേർഡ് പോയിന്റ് കണ്ടുപിടിക്കുക, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന്റെ ഫോർമുല എന്തായിരുന്നു? ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം അല്ല പ്ലാന്റ് കപ്പാസിറ്റി അല്ലെ. ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ആവറേജ് ലോഡ് നമ്മളിപ്പം കണ്ടുപിടിച്ചു 85 അല്ലേ. പ്ലാന്റ് കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. കറക്റ്റ് അല്ലേ? ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ഓക്കെ, കറക്റ്റ്. പോയിന്റ്
459 അടുപ്പിച്ച് വരും. അപ്പോൾ റൗണ്ട് ചെയ്ത് നമുക്ക് 0.46 ആക്കിയേക്കാം. ഓക്കെ. ഇനി മാക്സിമം ഡിമാൻഡ് നമുക്ക് ഓൾറെഡി കിട്ടിയ 140 മെഗാവാട്ട് ആണ്. അപ്പം ലാസ്റ്റ് പാർട്ട് ഇനിയും വരുന്നത് യൂട്ടിലൈസേഷൻ ഫാക്ടർ ആണ്. യൂട്ടിലൈസേഷൻ ഫാക്ടറിന്റെ ഫോർമുല എന്തായിരുന്നു? മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ആണ്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി എല്ലാ ടേംസും നമുക്ക് കിട്ടിയായിരുന്നു. ഇനി ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. മാക്സിമം ഡിമാൻഡ് നമുക്കറിയാം 140 ആണ്. പ്ലാന്റ് കപ്പാസിറ്റി നമുക്ക് കിട്ടി 185. കറക്റ്റ് 0.7567 അടുപ്പിച്ച് വരും അല്ലേ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഇത് നമ്മൾ നേരത്തെ ഒരു ഡെറിവേഷൻ നോക്കിയായിരുന്നല്ലോ, അത് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആസ് എ മാക്സിമം ഡിമാൻഡ് ഓഫ് 15,000 കിലോ വാട്ട്. അല്ല, ആനുവൽ ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ തന്നിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, ഒന്ന് റിസർവ് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റും സെക്കൻഡ് പോയിന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ. നമ്മൾ ആ ഡിറൈവ് ചെയ്ത ഫോർമുല ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഞാൻ ആ ഫോർമുല ഒന്ന് ഇട്ടേക്കാം അവിടെ. അപ്പം ലോഡ് ഫാക്ടറും പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറും മാക്സിമം ഡിമാൻഡ് ഇങ്ങനെ തരുമ്പോൾ നമുക്ക് റിസർവ് കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫോർമുല ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മാക്സിമം ഡിമാൻഡ് 15,000. ഇത് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മളത് കൺവേർട്ട് ചെയ്ത് ഡെസിമൽ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ലോഡ് ഫാക്ടർ 0.5, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ 0.4. 0.1 ഡിവൈഡ് ബൈ 0.4 എന്ന് വരും. അത് നമുക്ക് 1/4 എന്ന് എഴുതാം. ഇത് വരുമ്പോഴത്തേക്ക് കിട്ടിയായിരുന്നോ? ആ 3750 കിലോ വാട്ട് എന്ന് വരും. ഓക്കെ, ഇനി യൂട്ടിലൈസേഷൻ ഫാക്ടർ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യോ? അതിന്റെ ഫോർമുല ഞാൻ ഒന്നുകൂടെ എഴുതിയേക്കാം. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് വരും. ഓക്കെ, അത് കുറച്ചൊന്ന് തന്നെ ഡിറൈവ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് തന്നിട്ടില്ല. മാക്സിമം ഡിമാൻഡ് മാത്രമേ തന്നിട്ടുള്ളൂ, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ തന്നിട്ടില്ല. സോറി, പ്ലാന്റ് കപ്പാസിറ്റി തന്നിട്ടില്ല. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറും ആനുവൽ ലോഡ് ഫാക്ടറും ഒക്കെ തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഒന്ന് ഡിറൈവ് ചെയ്യേണ്ടി വരും. ഒന്ന് ചെയ്ത് നോക്കിയോ? കുറച്ചൊരു 1-2 മിനിറ്റ് തരാം.
ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്കത് ചെയ്ത് നോക്കാം. ആ 0.8 കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ബാക്കി എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഓക്കെ, നമുക്കൊന്ന് പതുക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ആ ഫോർമുല വെച്ചൊരു റീഅറേഞ്ചിങ് അത്രയും മാത്രം ഒന്ന് ചെയ്താൽ മതി, നമുക്ക് മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്. ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 0.5 തന്നിട്ടുണ്ട്. ലോഡ് ഫാക്ടറിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. നമുക്ക് വേണ്ടത് പ്ലാന്റ് കപ്പാസിറ്റിയാണ് വേണ്ടത്. അപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റിയുടെ ഫോർമുല അതൊന്ന് എഴുതി നോക്കാം. പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. അപ്പൊ ഇത് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ 0.4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ആവറേജ് ലോഡും ഇല്ല, നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റിയും ഇല്ല അല്ലെ. അപ്പം ഇത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കൺവേർഷൻ, ഇവിടെ രണ്ടൊന്ന് കൺവേർഷൻ നമ്മൾ ചെയ്ത് നോക്കണം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ആവറേജ് ലോഡ് മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, അല്ല സോറി, ആവറേജ് ലോഡ് കണ്ടുപിടിക്കാം. ആവറേജ് ലോഡ് എന്ന് പറയുമ്പം 0.5 ഇൻറ്റു മാക്സിമം ഡിമാൻഡ് ആണ് നമുക്ക് ആവറേജ് ലോഡ് വരുന്നത്. മാക്സിമം ഡിമാൻഡ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 15,000 ആണ്. അപ്പോൾ ഇതിൽ 7,500 ആയിരിക്കും നമ്മുടെ ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. 7,500 കിലോ വാട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആവറേജ് ലോഡ് കിട്ടി. ഇനി പ്ലാന്റ് കപ്പാസിറ്റി വേണം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ 0.4 തന്ന സ്ഥിതിക്ക് നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഈക്വൽ ടു 7,500 ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി എന്നൊരു ഫോർമുല ആയിരിക്കും വരിക. അപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു 7,500 ഡിവൈഡഡ് ബൈ 0.4 എന്ന് വരും അല്ലേ. ഇത് ചെയ്ത് വരുമ്പം 18,750 കിലോ വാട്ട് എന്ന് വരും നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് യൂട്ടിലൈസേഷൻ ഫാക്ടറിലെ എല്ലാ ടേംസും ഉണ്ട്. നമുക്ക് മാക്സിമം ഡിമാൻഡും ഉണ്ട്, പ്ലാന്റ് കപ്പാസിറ്റിയും ഉണ്ട്. മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 15,000ഉം പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 18,750 ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0.8 വരും. ഓക്കെ, അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാവോ എല്ലാവരും? ക്വസ്റ്റ്യൻ ഇതാണ്: ദി ആനുവൽ ലോഡ് ഡ്യൂറേഷൻ കർവ് ഓഫ് എ പവർ സ്റ്റേഷൻ ഇസ് കൺസിഡർഡ് ആസ് എ സ്ട്രേറ്റ് ലൈൻ ഫ്രം 20 മെഗാവാട്ട് ടു 4 മെഗാവാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ആദ്യം നിന്ന് പേടിച്ച് പോകുന്നു വേണ്ട. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ലൈൻ വായിച്ച് അതിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ വരയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആനുവൽ ലോഡ് ഡ്യൂറേഷൻ കർവ് ഓഫ് എ പവർ സ്റ്റേഷൻ തന്നിട്ടുണ്ട്. അതൊരു സ്ട്രേറ്റ് ലൈൻ ആണ്. എവിടെ നിന്നാണ് 20 മെഗാവാട്ടിൽ നിന്ന് 4 മെഗാവാട്ടിലോട്ട് ഉള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. നമുക്കറിയാം, നമ്മുടെ ലോഡ് ഡ്യൂറേഷൻ കർവ് വരയ്ക്കുമ്പം y ആക്സിസിലാണ് മെഗാവാട്ട് വരുന്നത്, എക്സ് ആക്സിസിൽ ടൈം ആയിരിക്കും വരിക. അപ്പോൾ ആ ലോഡ് ഡ്യൂറേഷൻ കർവ് ഒന്ന് വരയ്ക്കുക ആദ്യം, എന്നിട്ട് നമുക്ക് അടുത്ത ലൈനിലോട്ട് പോവാം. അപ്പോൾ അത് വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ആക്സിസിലായിരിക്കും നമ്മുടെ ലോഡ് മെഗാവാട്ടിൽ വരിക, y ആക്സിസിൽ, എക്സ് ആക്സിസിൽ വരിക ടൈം ആയിരിക്കും. ഓക്കെ, ഇത് ആനുവൽ ലോഡ് ഡ്യൂറേഷൻ കർവ് തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം മാക്സിമം വരുന്നത് ആനുവൽ ആകുമ്പോഴത്തേക്ക് 365 ഡേയ്സ് ഉണ്ട്, 24 hours ഉണ്ട്. അത് 365 ഇൻറ്റു 24 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന നമ്പറാണ് ഈ 8760 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം തന്നിട്ടുണ്ട് 20 മെഗാവാട്ടിൽ നിന്ന്, ഇത് 20 ആയിട്ട് എടുക്കുക, ഇതൊരു 4 ആയിട്ട് എടുക്കുക. 20 മെഗാവാട്ടിൽ നിന്ന് 4ലോട്ട് പോകുന്ന ഒരു ലൈനാണ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ഇത് ഓർക്കുക, ഇത് ലോഡ് കർവ് അല്ല, ലോഡ് ഡ്യൂറേഷൻ കർവാണ്. അപ്പം ഒരു ഡിസെൻഡിങ് ഓർഡറിൽ വരയ്ക്കുന്ന ഒരു കർവാണ് നമ്മുടെ ഈ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ലൈൻ നമുക്ക് നോക്കാം. ടു മീറ്റ് ദിസ് ലോഡ് 3 ജനറേറ്റിംഗ് യൂണിറ്റ്സ്, 2 റേറ്റഡ് അറ്റ് 10 മെഗാവാട്ട്, 1 റേറ്റഡ് അറ്റ് 5 മെഗാവാട്ട് ആർ ഇൻസ്റ്റാൾഡ്. അതായത് 3 ജനറേറ്റിംഗ് യൂണിറ്റ് ഉണ്ട് ഈ ലോഡിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ 2 റേറ്റിംഗ് തന്നേക്കുന്നത് 10 മെഗാവാട്ടിലും 1 റേറ്റിംഗ് തന്നേക്കുന്നത് 5 മെഗാവാട്ടിലാണ് തന്നിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആണ്. ഓക്കെ, ഒന്ന് കിട്ടിയവരൊന്ന് പറയാമോ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്ര കിട്ടിയെന്ന്? ഓക്കെ, അപ്പം 2 ജനറേറ്റിംഗ് യൂണിറ്റ് 10 തന്നിട്ടുണ്ട്. അപ്പം അവിടുത്തെ 2 ജനറേറ്റിംഗ് യൂണിറ്റ് 10 ആകുമ്പോൾ 2 ഇൻറ്റു 10 വരും, പിന്നെ ഒരെണ്ണം 5 തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കിട്ടിയ ആൻസർ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് 20 + 5 25 മെഗാവാട്ട് എന്ന് വരും. അതായിരിക്കും നമ്മുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ചോദിച്ചേക്കുന്നത് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ആണ്. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന്റെ ആൻസർ രണ്ടുപേർക്കും തെറ്റിന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് ഫൈനൽ ആൻസർ കിടക്കുന്നത് 0.8ഉം 0.56ഉം അല്ല, 0.48 ആൻസർ. നിന്റെ യൂണിറ്റ്സ് ജനറേറ്റഡ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു താഴത്തെ ആ ഒരു റെക്റ്റാങ്കിൾ വിട്ടുപോയെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് യൂണിറ്റ്സ് ജനറേറ്റഡിൽ. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. 0.48 ആണ് ആൻസർ കിടക്കുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പം പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിന്റെ ഫോർമുല എന്തായിരുന്നു? ആവറേജ് പവർ അല്ലെങ്കിൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പി ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് ടൈം വെച്ച് ഡിവൈഡ് ചെയ്യാം.
ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8760 ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഏരിയ ആയിട്ട് നോക്കാം. ഇതൊരു ഏരിയയും ഇതൊരു ഏരിയയും. അപ്പോൾ ആദ്യത്തെ 1 എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ അതിലെ ഹാഫ് ബേസ് എന്ന് പറയുന്നത് ഇത്രയാണ് ബേസ്, ഇതാണ് ബേസ്, ഇത് ഹൈറ്റ്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് 8760 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 20 - 4 16 വരും അല്ലേ. ഇനി രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ആണ്. അതിലെ ലെങ്ത് എന്ന് പറയുന്നത് 8760, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 8760 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇതിൽ ബാക്കി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു 16 + 4 എന്ന് വരും, അതായത് 12 എന്ന് വരും അല്ലേ. 12 മെഗാവാട്ട് അല്ലേ, മെഗാവാട്ട്. അപ്പം ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പി ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് 12 ഡിവൈഡഡ് ബൈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 25 അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് 0.48 വരിക. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി യൂണിറ്റ്സ് ജനറേറ്റഡ് എഴുതിയ എല്ലാവരുടെ ആൻസർ തെറ്റാണ്. ഇന്നലെ നമ്മളത് ആ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ അതേപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് യൂണിറ്റ്സ് ജനറേറ്റഡ് എഴുതുമ്പം ഉള്ള ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ ചെയ്ത പ്രൊസീജിയറൊക്കെ കറക്റ്റായി യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി, പക്ഷെ അതിൽ ആൻസറിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതെ, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ വാട്ട് അവർ ആണ്. അപ്പം നമ്മൾ യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെ യൂണിറ്റ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ മെഗാവാട്ട് അവറിൽ എഴുതരുത്. അത് മെഗാവാട്ട് അവറിൽ എഴുതിയാൽ അത് യൂണിറ്റ്സ് അല്ല, അത് വേറെ എനർജി തന്നെയാണ്. ശരിക്കും 105120 മെഗാവാട്ട് അവർ എന്ന് പറഞ്ഞാൽ അത് എനർജി വൈസ് അത് കറക്റ്റ് ആണ്. പക്ഷെ അത് യൂണിറ്റ് അല്ല. ഒരു യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ കിലോ വാട്ട് അവറിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം യൂണിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അത് നമ്മൾ ഇൻറ്റു 10⁻³ കൂടെ മെഗാവാട്ട് അവറിൽ നിന്ന് മാറ്റി അത് കറക്റ്റ് അത് കിലോ വാട്ട് അവറിൽ വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ടോട്ടൽ എനർജി അല്ലെങ്കിൽ യൂണിറ്റ് ജനറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏരിയ അണ്ടർ ദി ലോഡ് കർവ് ആണ് അല്ലേ. അത് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തായിരുന്നു. ഒരു റൈറ്റ് ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും, ഇത് രണ്ടും തമ്മിൽ ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അതാ നിങ്ങൾക്ക് കിട്ടിയത് 105120 മെഗാവാട്ട് അവർ എന്ന് പറയുന്നത്. അപ്പം ഇത് മെഗാവാട്ട് അവറിലാണ് ഇരിക്കുന്നത്, നമുക്കത് കിലോ വാട്ട് അവറിലോട്ട് മാറ്റണം. അപ്പം നമ്മൾ 105120 ഇൻറ്റു 10⁻³ കിലോ വാട്ട് അവർ, അല്ലെങ്കിൽ നമുക്കത് ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 105.12 ഇൻറ്റു 10⁻⁶ കിലോ വാട്ട് അവർ ഓർ യൂണിറ്റ്സ്. അപ്പോൾ ഇത്രയായിരിക്കും നമ്മുടെ യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഇയർ. ഓക്കെ, ഇനി ലോഡ് ഫാക്ടർ ആണ്. ലോഡ് ഫാക്ടർ ഡയറക്റ്റ് നമുക്ക് കിട്ടും. എനിക്കൊന്നും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു അല്ലേ. ആവറേജ് ലോഡ് അല്ലെ ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ആവറേജ് ഡിമാൻഡ് നമ്മൾ ഇവിടെ ഓൾറെഡി 12 മെഗാവാട്ട് എന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് എത്രയാണ്? മാക്സിമം ഡിമാൻഡ് നമുക്ക് ലോഡ് ഡ്യൂറേഷൻ കർവ് ചെയ്യുന്ന അതിന്റെ ലോഡ് ഡ്യൂറേഷൻ കർവ് ആണെങ്കിലും ലോഡ് കർവ് ആണെങ്കിലും അതിന്റെ പീക്ക് നോക്കിയാൽ മതി അല്ലേ. ഈ പീക്ക് തരുന്നതായിരിക്കും നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പം 12 ഡിവൈഡ് ബൈ 20 ഈസ് ഈക്വൽ ടു 0.6 വരും നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ഫാക്ടർ ആണ്.
അത് കിട്ടിയായിരുന്നു എല്ലാവർക്കും? പോയിന്റ് 8. ഓക്കെ. അപ്പോൾ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ആണ് അല്ലേ? ഇപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 25 മെഗാവാട്ട് ആണ്. മാക്സിമം ഡിമാൻഡ് നമുക്ക് 20 മെഗാവാട്ട് ആണ് മാക്സിമം ഡിമാൻഡ്. ഓക്കെ. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 0.8 വരും യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഇത് ഇത്രയാണ് നമ്മൾ ഇതുവരെ നോക്കിയ ഫാക്ടേഴ്സിനെ വെച്ചുള്ള പ്രോബ്ലംസ്. അപ്പം മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ അല്ലാണ്ട് തന്നെ ചെയ്ത് നോക്കുക. കുറച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ തരുന്നുണ്ടായിരിക്കും. അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക, കുറച്ച് പ്രോബ്ലംസിൻ്റെ എക്സ്ട്രാ. അപ്പോൾ അത് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അതല്ലാണ്ട് നിങ്ങൾ തന്നെ സ്വയം കുറേ പ്രോബ്ലംസ് കണ്ടെത്തുക, ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ബാക്കി അല്ലാണ്ടുള്ള ഇതിൽ നിന്നും. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നെറ്റ്വർക്കിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് ഇടുക. ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഞാൻ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് ഡയറക്റ്റ് ഒന്ന് അയച്ചാൽ മതി. എനിക്ക് ഇടയ്ക്ക് സ്മിജു ഒക്കെ അയക്കാറുണ്ട്, ക്വസ്റ്റ്യൻ അയക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എപ്പോഴും ഫ്രീ ആകുമ്പോൾ ഞാനത് ചെയ്ത് അതേപോലെ തിരിച്ച് സൊല്യൂഷൻ അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയ കോൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ ലോഡ് ഫാക്ടറിൻ്റെ ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്നാലും ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൂടെ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടി ഒന്ന് എക്സ്ട്രാ ആയിട്ടൊന്ന് പറയുന്നുള്ളൂ. ഇതും പിന്നെ അതിൻ്റെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളൊരു 2 പോയിന്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് ആയിട്ട്. അപ്പം ഇതിൽ നമുക്ക് 2 എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ഇതൊരു ലോഡ് കർവാണ്. 24 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു ടൈം, അത്രയും നേരത്തേക്കുള്ള ഒരു ലോഡ് കർവാണ്. രണ്ട് കേസാണ്. ആദ്യത്തെ ഞാനത് കേസ് 1 എന്നും രണ്ടാമത്തത് കേസ് 2 എന്നും എടുത്തു. അപ്പം ഇത് അതിൻ്റെ പീക്ക് ആയിട്ട് വരും, പി മാക്സ് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ്. ചിലപ്പോൾ ഓക്കെ. അപ്പോൾ ഇത് 2 കേസാണ്, കേസ് 1ഉം കേസ് 2ഉം. അപ്പം കേസ് 1ൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പീക്ക് ലോഡ് അവിടെ വരുന്നുണ്ട്. കേസ് 2ൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് ലോഡും പീക്ക് ലോഡും എല്ലാം സെയിം തന്നെയാണ് അല്ലേ? അതിന് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോഡാണ് കേസ് 2ൽ വരുന്നത്. അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് 2 എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു ബേസ് ലോഡ് പവർ പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ ബേസ് ലോഡ് പവർ പ്ലാന്റ് വെച്ച് ഈ കേസ് 2 നമുക്ക് ആ ലോഡ് നമുക്ക് ഫുള്ള് അതിന് സപ്ലൈ ചെയ്യാൻ പറ്റും ആ ഒരു പവർ പ്ലാന്റ് വെച്ച്. ഇനിയും കേസ് 1ൽ നമ്മൾ ബേസ് ലോഡ് പവർ പ്ലാന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബേസ് ലോഡ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോഡിനെയാണ് നമ്മൾ ബേസ് ലോഡ് എന്ന് പറയുന്നത്. അത് ഫീഡ് ചെയ്യുന്ന പവർ പ്ലാന്റിനെയാണ് നമ്മൾ ബേസ് ലോഡ് പവർ പ്ലാന്റ് എന്നും പറയുന്നത്. അപ്പം ആ ഒരു കോൺസ്റ്റന്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രീൻ ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്ന ഒരു പോർഷൻ ആണ് നമുക്ക് കേസ് 1ലെ ഒരു കോൺസ്റ്റന്റ് ലോഡ് എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാ വരുന്ന ഒരു ഇത്രയും ഭാഗം ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു പാർട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പീക്ക് ലോഡ് പ്ലാന്റ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഈ പീക്ക് ലോഡ് പ്ലാന്റ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അവിടെ എക്സ്ട്രാ ആയിട്ട് കോസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് കാണാം നമ്മൾ ബേസ് ലോഡായിട്ട് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റിനെ ആയിരിക്കും നമുക്ക് ഏറ്റവും നമ്മൾ ബേസ് ലോഡ് പവർ പ്ലാന്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം കേസ് 1ലെ കോസ്റ്റ് എന്ന് പറയുന്നത് കേസ് 2ലെ കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു പീക്ക് ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ
അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പല ടൈം ഇന്റർവെല്ലോട്ട് മാറ്റി വിടുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ സ്മാർട്ട് ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം വാഷിംഗ് മെഷീൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് അത് ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് പീക്ക് ലോഡിൽ വർക്ക് ചെയ്യാം. അതേപോലെ ഈ ഇൻഡസ്ട്രീസിനൊക്കെ നമുക്ക് അവർക്ക് ഓരോ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ അടുത്തതിൽ നോക്കുന്നുണ്ട് അതിൻ്റെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം ഈ ഒരു പീക്ക് ലോഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞ ഫോർമുല എന്തായിരുന്നു? ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം. രണ്ട് കേസ് ഉണ്ട് നമുക്ക്. കേസ് 1 നമുക്ക് ബേസ് ലോഡ് പവർ പ്ലാന്റും പീക്ക് ലോഡ് പവർ പ്ലാന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. കേസ് 2 നമുക്ക് ബേസ് ലോഡ് പവർ പ്ലാന്റ് വെച്ച് മാത്രം നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ബേസ് ലോഡ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റിനെ ആയിരിക്കും നമ്മൾ ബേസ് ലോഡായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം കേസ് 2 നമുക്ക് ആ ബേസ് ലോഡ് വെച്ച് അങ്ങ് ഓടിച്ചു പോകാം. ബേസ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോഡിന് നമ്മൾ ബേസിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു പവർ പ്ലാന്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു പീക്ക് ലോഡ് ഡിമാൻഡിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അപ്പം ആ പീക്ക് ലോഡ് എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ബേസ് ലോഡിനേക്കാൾ കോസ്റ്റ്ലി ആയിട്ടുള്ള പവർ പ്ലാന്റിനെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തെർമൽ പവർ പ്ലാന്റ് അതിന്റെ ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്താലേ അത് നമ്മൾ സ്റ്റീം പവർ പ്ലാന്റ് ഒക്കെ സ്റ്റീം ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ കുറെ ടൈം വേണ്ടി വരും ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യും. ആ ഒരു ഫ്യൂവലൊക്കെ ഉള്ളൂ. അപ്പൊ അത്രയും എക്സ്ട്രാ കോസ്റ്റ് കേസ് 1 ഡിമാൻഡ്. കേസ് 2 ആവറേജ് ലോഡും മാക്സിമം ഡിമാൻഡ് സെയിം ആണ്. കാരണം അതൊരു പീക്ക് ആയിട്ട് അല്ല കോൺസ്റ്റന്റ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ തന്നെയാണ്, ഒരേ വാല്യൂ തന്നെയാണ്. അപ്പം കേസ് 2 ഐഡിയലി അത് 1 ആയിട്ട് വരും. കേസ് 1 വരുമ്പോഴത്തേക്ക് അത് 1 വരില്ല. പീക്ക് ലോഡ് കുറച്ച് കൂടുതലായതുകൊണ്ട് 1നേക്കാൾ കുറച്ച് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹൈ ലോഡ് ഫാക്ടർ വെക്കുന്നത്. അപ്പൊ ഹൈ ലോഡ് ഫാക്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ബാക്കിയെല്ലാം കുറഞ്ഞു നിൽക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടും എനർജി അഡ്വാൻറ്റേജ്, പ്ലാന്റിന് അഡ്വാൻറ്റേജ് ആണ്, നമ്മൾ എക്കണോമിക് ആയിട്ടും അഡ്വാൻറ്റേജസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡൈവേഴ്സിറ്റി ഫാക്ടറിലും വരുന്നത് ഇതേ ഒരു പോയിന്റ് തന്നെയാണ്. ആ ലോഡ് ഫാക്ടർ ഒരു ഫുൾ ഒരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അല്ലെ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ പല ലോഡ് വരുന്നത് പല ടൈമിലാണെങ്കിൽ ഈ ഒരു ഒറ്റ ഒരു ജനറേറ്റിംഗ് ഇത് വെച്ച് തന്നെ നമുക്ക് റൺ ചെയ്ത് അങ്ങ് പോവാം. പക്ഷെ എല്ലാ ലോഡും ഒരേ ടൈമിൽ വരുവാണെങ്കിൽ നമ്മൾ അത്രത്തോളം പീക്ക് പവർ പ്ലാന്റിന്റെ യൂസ് വരുന്നുണ്ട്. ഡൈവേഴ്സിറ്റി ഫാക്ടറിന്റെ ഫോർമുല അറിയാം. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുമ്പം സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദി സ്റ്റേഷൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ടൈമിലും മാറ്റി ഇങ്ങനെ വിടുവാണെങ്കിൽ ഒരൊറ്റ ജനറേറ്റിംഗ് സ്റ്റേഷൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് റൺ ചെയ്യാം. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് വരുവാണെങ്കിൽ ആ ജനറേഷൻ നമുക്ക് ഒരൊറ്റ ജനറേറ്റിംഗ് സ്റ്റേഷൻ കൊണ്ട് നടക്കത്തില്ലായിരിക്കും. വേറെ എക്സ്ട്രാ പുറത്തുനിന്ന് എനർജി വാങ്ങിക്കോ അല്ലെങ്കിൽ എക്സ്ട്രാ പീക്ക് ലോഡ് പവർ പ്ലാന്റ് ഓടിക്കോ വേണ്ടി വരും. ഓക്കെ, ഇനിയപ്പോൾ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ടെക്നിക്സ് പെട്ടെന്നൊന്ന് 2-3 ടെക്നിക്സ് ഉണ്ട്. അതിന്റെ മെയിൻ ടെക്നിക്സ് മാത്രം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നടത്താം. അപ്പം അതിലൊരു മെയിൻ ടെക്നിക്ക് ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൽ സബ്സിഡി കൊടുക്കും ടു ഇൻഡസ്ട്രീസ് ഓർ കമ്പനീസ്. അപ്പോൾ ഇത് പീക്ക് ലോഡിൽ അല്ലാണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഇൻഡസ്ട്രീസ് ഒക്കെ ആകുമ്പോൾ ഹെവി ലോഡിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് ആ ഒരു ചെറിയ എമൗണ്ട് ആ സബ്സിഡി വന്നെങ്കിലും ആ ഒരു അത്രയ്ക്ക് പവർ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര അത് ഇൻസെൻറ്റീവ് ആയിട്ട് വരും. അപ്പം അവർ ഓഫ് ലോഡ് ടൈമിൽ അല്ലെങ്കിൽ ഓഫ് പീക്ക് ലോഡ് ടൈമിൽ അവർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അഡ്വാൻറ്റേജസ് ആയതുകൊണ്ട് അവർ അവരുടെ ഷിഫ്റ്റ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓരോ കൺട്രീസിന് ഓരോ ജനറേഷൻ അവിടെ മാത്രമല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് എനർജിയൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈവൻ ഇന്ത്യയിൽ പോലും നേപ്പാളിൽ നിന്നും ഭൂട്ടാനിൽ വർക്ക് ചെയ്യുന്നത് 9 AM to 11 AM ആണെങ്കിൽ പൊതുവെ 9 AM to 11 AM ആ ഒരു ടൈമിലാണ് ഫസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്ന ഇന്റർവെൽ എങ്കിൽ ഇപ്പം ആ നോർത്ത് അമേരിക്കയിലെ ഒരു സെക്ഷനിൽ 3 ടൈം സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 9 AM ആകുമ്പോഴത്തേക്ക് ഇവിടെ ചിലപ്പോൾ 7 AM ആണ്, ഇവിടെ 5 AM ആണ്. അപ്പം പല ടൈം സോൺ ആക്കുമ്പോഴത്തേക്ക് 7 AM ആകുമ്പോൾ ഇവിടെ ആ ലോഡ് വരുന്നില്ല. അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ആയി പോയിക്കോളും. ഇതിനിടയ്ക്ക് ഒരു 2 വർഷം മുന്നേ 2-3 വർഷം മുന്നേ എനിക്കൊരു കോൺഫറൻസിന് ഞാൻ അവിടെ പോയപ്പം എനിക്കന്ന് 9 മണിക്ക് കണ്ടായിരുന്നു കോൺഫറൻസ്. ഞാൻ ഏകദേശം ഒരു 4-4:30 ആയപ്പോഴത്തേക്ക്
ഭയങ്കര സൺലൈറ്റ്, സൂര്യപ്രകാശം കാരണം ഞാൻ എണീറ്റ്. ഞാൻ വിചാരിച്ച് ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉച്ചയായെന്ന് വിചാരിച്ചു. പിന്നെ പുറത്തോട്ടൊക്കെ നോക്കിയപ്പോൾ ഞാൻ പിന്നെയും വിചാരിച്ച വാച്ചിലെ ടൈം എല്ലാം തെറ്റിയോ എന്നൊക്കെ വിചാരിച്ച് നോക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് കുറച്ച് നേരം. എന്നിട്ട് അവിടെ ഏകദേശം ഒരു 5 മണി ആയപ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു 7 മണിയുടെ ഏകദേശം അവസ്ഥ എത്തി. അവിടെ ഒരു 5 മണി ആയപ്പോൾ തന്നെ, രാവിലെ 5 മണി ആയപ്പോൾ തന്നെ. പക്ഷെ എന്നാലും ഇന്ത്യയിൽ ഇങ്ങനെ പല ടൈം സോൺ വെക്കാത്തത് മനഃപൂർവ്വം വെക്കാത്തത്, അവരൊരു കൺവീനിയന്റ് ആയിട്ട് എല്ലാം ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ അങ്ങനെ പല ടൈം സോൺ വെക്കാത്തത്. ശരിക്കും ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോർത്ത് ഈസ്റ്റിൽ ശരിക്കും വേറൊരു ടൈം സോൺ വെക്കേണ്ടതാണ്. നേരത്തെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും അവിടെ. അപ്പൊ ആ ഒരു ടൈം സോൺ ശരിക്കും പറഞ്ഞാൽ മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ പല അഡ്മിനിസ്ട്രേറ്റീവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണമായിരിക്കും, ഒരു കൺഫ്യൂഷൻ ഒഴിവാകാൻ വേണ്ടിയായിരിക്കും പല ടൈം സോൺ ആക്കാത്തത്. വെച്ചാൽ ഒരു കൺട്രി അല്ല, മറ്റത് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞാലും അതിനകത്ത് സെപ്പറേറ്റ് വേറെ കൺട്രീസ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ടൈം സോൺ മാറ്റി വെക്കാത്തത്. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ലാസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടാരിഫ്, അതായത് മാക്സിമം ഡിമാൻഡ് യൂണിറ്റ്സിനും ചാർജ് ഉണ്ട്, മാക്സിമം ഡിമാൻഡിനും ചാർജ് ഉണ്ട്. ഈ ഒരു ഇത് വെച്ച് ആണ് നമ്മൾ ടാരിഫ് തീരുമാനിക്കുന്നത്. അപ്പോൾ മാക്സിമം ഡിമാൻഡ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചാർജ് ഉണ്ട്. അപ്പോൾ അവർ മാക്സിമം അത് ഒരു യൂണിഫോം ആയിട്ട് പോകാൻ നോക്കും, ഡിമാൻഡ് അല്ലെങ്കിൽ ലോഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കാനുണ്ടായിരുന്നത്. നമ്മുടെ ഫാക്ടേഴ്സും നമ്മൾ അതിൻ്റെ ഒരു ലോഡ് ഫാക്ടറിൻ്റെയും ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റ്സും ഇമ്പോർട്ടൻസും ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയൊന്നും നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ഒരു പുതിയൊരു സെക്ഷനിലോട്ടായിരിക്കും പതുക്കെ പോകുന്നത്, എക്കണോമിക് ലോഡ് ഡിസ്പാച്ചിലോട്ടായിരിക്കും പോകുന്നത്. തേർഡ് പോയിന്റ്, ഓക്കെ. നമ്മൾ ടാരിഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് യൂണിറ്റ്സ് കൺസ്യൂം, ആ ഒരു കൺസംഷൻ ബേസ് ചെയ്ത് മാത്രമാണ്. നമുക്ക് 100 യൂണിറ്റ് കൺസ്യൂം ചെയ്തെങ്കിൽ ഒരു യൂണിറ്റിന് 3 രൂപയാണെങ്കിൽ 3 രൂപയെ നമ്മൾ കൊടുക്കുക. പക്ഷെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആ ഇതിലോട്ട് പോകുമ്പോഴത്തേക്ക് മാക്സിമം യൂണിറ്റ്സിന് പെർ യൂണിറ്റ് ഒരു ഒരു 3 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ഇത് പെർ കിലോ വാട്ട് ഒരു 10 റുപ്പീസ് അങ്ങനെ എന്തെങ്കിലും. അപ്പം മാക്സിമം ടൈം പീരീഡിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ മാക്സിമം ഡിമാൻഡ് കൂടും. കാരണം അവർ ഈ ഒരു പീരീഡിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇത്രയും പീരീഡിൽ അവർ എല്ലാ ലോഡും ഒരുമിച്ച് റൺ ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ സ്റ്റേഷനെ സംബന്ധിച്ചോളം അത് പവർ സ്റ്റേഷന് നല്ലതല്ല. കാരണം നമ്മൾ നേരത്തെ നോക്കി അപ്പൊ ഇത് ഒരു പീക്ക് ലോഡ് പോലെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അന്നേരം അവരെ എക്സ്ട്രാ പവർ പ്ലാന്റ് റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പവർ സ്റ്റേഷന് നഷ്ടമാണ്. അപ്പം ഇതിന് പകരം ആ ഇൻഡസ്ട്രി ഈ ഒരു ഇത്രയും വരുന്ന ലോഡ് അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ റൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ പവർ സ്റ്റേഷന് ലാഭമാണ്. അല്ലേ, മനസ്സിലായോ? അപ്പൊ ഇത് മാക്സിമം ഡിമാൻഡ് വരുന്നത് ഒരു 100 മെഗാവാട്ട് ആണെങ്കിൽ ഇത് ചിലപ്പോൾ വരുന്നത് 20 മെഗാവാട്ട് ആയിരിക്കും. അപ്പം സെയിം ലോഡ് തന്നെ അവർ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ റൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു യൂണിഫോം ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ അവർക്ക് ഈ മാക്സിമം ഡിമാൻഡിന്റെ റേറ്റ് അവർക്ക് കുറയുകയും ചെയ്യും.